بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. അനുഗ്രഹീതമായ ഈ സായാഹ്നത്തിൽ പടച്ചറബിൻ്റെ വജഹുദ്ദേശിച്ചുകൊണ്ട് നമ്മളെല്ലാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. മക്കളുടെ ഭാവിയും വർത്തമാനവും അവരുടെ പഠനവും അവരുടെ ജോലിയും അവരുടെ ദീനുമൊക്കെയാണ് നമ്മുടെ ആശങ്ക എങ്കിൽ തകർന്നടിഞ്ഞ ഭവനങ്ങൾക്കകത്ത് മക്കളെ പരതുകയാണ് അങ്ങകലെ ഗസയിലെ പാരൻസ്. ഈയൊരു ആമുഖം മുന്നിൽ വെച്ചുകൊണ്ട് വേണം നമ്മുടെ പരാതികളും പരാധീനതകളും നമ്മൾ പങ്കുവെക്കാൻ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, അത്തഹദ്ദുസു ബിനിഅമത്തില്ലാഹി ശുക്റുൻ വതർക്കുഹാ കുഫ്റുൻ. അള്ളാഹു നൽകിയ നിഅമത്തിനെക്കുറിച്ച് സംസാരിക്കൽ ശുക്റാണ്, അത് സംസാരിക്കാതിരിക്കൽ അത് കുഫ്റാണ്, നന്ദികേടാണ്. പടച്ചറബ് നമുക്കൊരു കുടുംബം തന്നു, വീട് തന്നു, മക്കളെ തന്നു, എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞു നൽകിയ അനുഗ്രഹമായി നോക്കിക്കാണാൻ നമ്മൾ തയ്യാറാകണം. മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളുടെ പാരൻസ് സ്വാഭാവികമായിട്ടും ഈ 90-നിപ്പുറമുള്ള പാരൻസ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവർ തന്നെ വൈബിൻ്റെ ലോകത്താണ്. അവരെ തന്നെ ഡിസൈൻ ചെയ്ത് അവരെ തന്നെ ഗ്ലാമറാക്കി അവരെന്നെ മാക്സിമം എൻജോയ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടക്കാണ് സ്വന്തം മക്കളുടെ ധാർമ്മികതയെക്കുറിച്ച് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മളും മാറണം എന്ന് ചിന്തിക്കുന്ന ഒരു പിടി പാരൻസ് ഇന്നുണ്ട്. അവരുടെ മക്കളെ കാലത്തിനനുസരിച്ച് വളരാൻ വിട്ടിരിക്കുകയാണ്. എന്നാൽ മറ്റൊരു വിഭാഗം പാരൻസ് സ്ട്രിക്റ്റായിട്ട് കണിശമായിട്ട് അവർക്ക് യാതൊരുവിധ സ്വാതന്ത്ര്യവും നൽകാത്ത വിധത്തിൽ തന്നെ പാരൻറ്റിങ് നിർവഹിക്കുന്ന, ഉപദേശവും നിർദ്ദേശവും ഭരിക്കലും നിയന്ത്രിക്കലും ഒക്കെയായിട്ട് മുന്നോട്ട് പോകുന്ന ചില പാരൻസും ഉണ്ട്. അവർ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള പാരൻസ് ആയിരിക്കും. ഏജ് കുറഞ്ഞ പാരൻസും ഏജ് കൂടുതലുള്ള പാരൻസും രണ്ട് രൂപത്തിലാണ് കുട്ടികളെ കൈകാര്യം ചെയ്യുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം പാരൻറ്റിങ് എന്നതൊരു ചുമതലയാണ് എന്ന് തിരിച്ചറിയണം എന്നുള്ളതാണ് ഫസ്റ്റ് പറയാനുള്ളത്. പലപ്പോഴും അധ്യാപകരുടെ ഡ്യൂട്ടിയായിട്ട് എല്ലാം കാണുന്ന, അത് സാറ് പറഞ്ഞാലേ കേൾക്കൂ, സാറ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് സാറെ വലുതാക്കിയിട്ട് എല്ലാ പണിയും സാറെ ഏൽപ്പിക്കുന്ന ചില സൂറമാരുണ്ട്. അവർക്ക് കാര്യങ്ങൾ എളുപ്പമാണ്. കാരണം അവരുടെ ചുമതല മറ്റുള്ളവരുടെ തോളിൽ വെച്ചിട്ട് അവരെ പുകഴ്ത്തിയും വാഴ്ത്തിയും തങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പാരൻറ്റിങ് എന്ന് പറയുന്നത് പാരൻസിൻ്റെ ചുമതലയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. നീ നിൻ്റെ കുടുംബത്തോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, ആ വിഷയത്തിൽ താങ്കൾ അങ്ങേയറ്റം ക്ഷമിക്കണം. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ ലോകത്ത് പ്രബോധനം തുടങ്ങിയത് കുടുംബത്തിൽ നിന്നാണ്. വഅൻദിർ അശീറതകൽ അഖ്റബീൻ.
നിന്റെ കുടുംബത്തെ നീ താക്കീത് കൊടുക്കുക എന്നാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു രാജാവിന് അയാളുടെ പ്രജകൾ ഉണ്ടാകുന്നത് പോലെ ഒരു കുടുംബനാഥനും കുടുംബനാഥയ്ക്കും അവരുടെ കുടുംബാംഗങ്ങൾ ഉണ്ട്. രാജാവ് പ്രജകളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നത് പോലെ തന്നെ പാരൻസ്, ആണാകട്ടെ പെണ്ണാകട്ടെ, അവരുടെ റഈയത്തിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും എന്നാണ്. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഈയതി. നിങ്ങളെല്ലാവരും ഭരണാധികാരികളാണ്, നിങ്ങളുടെ ഭരണീയരെക്കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. ഉമ്മയും ഉപ്പയും കുടുംബത്തിൻ്റെ ഭരണാധികാരികളാണ്, അവർ സ്വന്തം കുടുംബത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ആരാണ് ഈ തർബിയത്തുൽ ഔലാദ്, പാരൻറ്റിങ് നിർവഹിക്കേണ്ടത്? പൊതുവേ ഞാനടങ്ങുന്ന പുരുഷ സമൂഹം വിചാരിക്കുന്നത് നമ്മൾ പണം ഏൺ ചെയ്യേണ്ട ഡ്യൂട്ടി, ബാക്കി കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ട ഡ്യൂട്ടിയാണ് നമുക്ക്. മക്കളുടെ കാര്യമൊക്കെ ഓള് നോക്കിക്കോളും എന്നുള്ളതാണ്. ഫീസ് അടക്കാൻ നേരത്തെ എന്നെ വിളിച്ചോണ്ടി, മീറ്റിങ്ങിന് പോയിക്കോണ്ടി, പഠിപ്പിക്കലൊക്കെ ഈ ബാക്കി ഭൗതിക സജ്ജീകരണങ്ങൾ ഒരിക്കലൊക്കെ ഞാൻ. ബുക്കില്ല, പെൻസിലില്ല, കുടലില്ല, ബാഗില്ല, അതൊക്കെ എന്നോട് പറഞ്ഞോണ്ടി. പഠിപ്പിക്കലും സ്വഭാവം നന്നാക്കലും നിസ്കരിപ്പിക്കലും നോമ്പൊലിപ്പിക്കലൊക്കെ യുവർ ഡ്യൂട്ടി. അതുകൊണ്ട് തന്നെ വീട്ടിൽ വന്നാൽ സ്വാഭാവികമായിട്ടും ഫാദേഴ്സ് ഫ്രീ ആണ്. ചില ഉമ്മമാർ പറയാറുണ്ട്, നിങ്ങൾ മൂപ്പരോടൊന്ന് നേരത്തെ വരാൻ പറയണം. മൂപ്പര പള്ളിക്കോലായ്മ ഇരിക്കണത് ഇവിടെ വന്നിട്ട് ആ കുട്ടികളൊപ്പം ഇരുന്നാൽ നമുക്ക് കുറച്ച് സൗകര്യം. കാരണം അടുക്കളയിൽ നിന്ന് നോക്കണം, ഈ കുട്ടികളിൽ നോക്കണം, ചെറിയ കുട്ടിയിൽ നോക്കണം, മറ്റവനെ വായിപ്പിക്കണം, അപ്പുറത്ത് ഓളെ എഴുതുണ്ടോ നോക്കണം എന്ന് പറയാറുണ്ട്. അപ്പം ഇതൊരു കൂട്ടുത്തരവാദിത്തമാണ്. മക്കൾ നമ്മുടെ രണ്ടുപേരുടേതുമാണ് അല്ലേ? കുട്ടികളോട് നമ്മൾ ചോദിക്കും, ആരെ കുട്ടിയാണ് ചോദിക്കല്ലേ? നമ്മുടെ സ്വന്തം കുട്ടീനെ മടിയിലിരുത്തിയിട്ട് ഈ ആരെ കുട്ടി ചോദിക്കല്ലേ? കുട്ടി അറിയും, ഉമ്മൻ്റെ കുട്ടി അറിയും, ഉപ്പൻ്റെ കുട്ടി എന്നൊക്കെ പറയും. അപ്പം നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ? ആ സന്തോഷം ഈ ചുമതല നിർവഹിക്കുന്നിടത്തും ഉണ്ടായിരിക്കണം. എൻ്റെ കുട്ടി എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം ഈ ചുമതല നിർവഹിക്കുന്നിടത്തും ഉണ്ടാവണം. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. കുടുംബത്തിൻ്റെ മീതെ അതിൻ്റെ ഒരു പൂർണ്ണ നിയന്ത്രണം, അതിൻ്റെ മെയിൻ ചുമതല പുരുഷനാണ്. അതുകൊണ്ട് പുരുഷൻ ഒരു സ്ഥാപനം നിയന്ത്രിക്കുന്നത് പോലെ, ബിസിനസ് നിയന്ത്രിക്കുന്നത് പോലെ സ്വന്തം കുടുംബത്തിൻ്റെ അവസ്ഥയും വിവരങ്ങളും, എങ്ങോട്ടാണ് ഇതിൻ്റെ പോക്ക് എന്നതും, കുട്ടികൾ പഠിക്കുന്നുണ്ടോ, അവരുടെ സ്വഭാവം എങ്ങനെയാണ്, അവർക്ക് കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ, അവർ എക്സാമിൻ്റെ സീസണാണ്, അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ, അവർക്ക് ഇതൊക്കെ ആൻസർ ചെയ്യാനുള്ള സ്കില്ലുണ്ടോ, ഇതൊക്കെ നമ്മൾ നോക്കണം. കാരണം ഒരു സ്ഥാപനം നടത്തുമ്പോൾ അതിൻ്റെ എല്ലാ ഭാഗവും നമ്മൾ ഉറപ്പിച്ച് അന്വേഷിച്ച് ഉറപ്പ് വരുത്തിയിട്ടാണ് ആ പൊസിഷനിൽ ഇരിക്കുന്നത്. ആൾക്കാർ ഓന് മാനേജറാണ്, ഓന് പണിയില്ല. മാനേജർ എന്ന് പറഞ്ഞാൽ മാനേജ് ചെയ്യാന്നാണ്. ആൾക്കാർ വിചാരിച്ച് ആ കറങ്ങണ കസേരയിൽ ഇങ്ങനെ കുത്തുന്നിട്ട് ഏസിട്ട് ആ സ്ഥാപനത്തിന് ഏറ്റവും ചുമതലയുള്ള ആളാണ്. എന്ത് സംഭവിച്ചാലും അവർക്ക് ഇയാളെ വിളിച്ചാൽ മതി. ഇവിടെ ഇങ്ങനെ ഒരു ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ട്, എന്താ ചെയ്യാം, വണ്ടി അവിടെ അടിച്ചിട്ടുണ്ട്, എന്താ ചെയ്യാം അല്ലേ? അവർക്ക് ആ ഡ്യൂട്ടി കഴിഞ്ഞാൽ അവരുടേത് കഴിഞ്ഞു. പിന്നെ ഇയാൾ പറയുന്നതനുസരിച്ചാണ് ചെയ്യുക. എല്ലാ വെയിറ്റും ഇയാളുടെ തലയിലാണ് വരിക. വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഉടൻ ഞമ്മക്കല്ല ഡയൽ ചെയ്യുക, നോക്കിയാണ് ആ ഫ്രിഡ്ജ് കത്തിപ്പോയായിരുന്നു അല്ലേ? അതോടുകൂടി ഓരോ ടെൻഷൻ പകുതി കുറഞ്ഞ്. പിന്നുള്ള ടെൻഷൻ നമ്മളെ സംബന്ധിച്ചോളം നമ്മളാണ്. അതുകൊണ്ട് മാനേജർ എന്ന നിലക്ക്, ആ കുടുംബത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ എന്ന നിലക്ക് നമ്മുടെ മക്കളുടെ കാര്യത്തിലും നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഭരിക്കുക എന്നുള്ളതല്ല, മറിച്ച് ആ ഒരു ഭാരിച്ച ചുമതല നമ്മൾ നിർവഹിക്കണം. സ്ത്രീകൾക്കാണ് കൂടുതൽ മക്കളുമായി അടുപ്പവും കൂടുതൽ സമയവും ലഭിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഭർത്താവ് ഇടപെടണം എന്നതാണ് തത്വമെങ്കിൽ പോലും അയാൾക്കുള്ള പരിമിതി മനസ്സിലാക്കി പരാതിപ്പെടാതെ കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുക, പരസ്പരം അറിയുക, അറിഞ്ഞു മനസ്സിലാക്കുക, ഇടപെടുക എന്നതാണ് നാം ഇതിൽ മനസ്സിലാക്കേണ്ടത്. പാരൻറ്റിങ് ഒരു ചുമതലയാണ്, കൂട്ടുത്തരവാദിത്തമാണ്. ഒരുപക്ഷെ പിതാവ് മൊത്തത്തിൽ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചറിയാനാണ് ഉണ്ടാവുക എങ്കിൽ പോലും മദേഴ്സ് ഒന്നും കൂടെ അതിൻ്റെ ഉത്തരവാദിത്വം ഗൗരവത്തോടുകൂടെ ഏൽക്കേണ്ടതാണ് എന്നതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. എപ്പോഴാണ് പാരൻറ്റിങ് ആരംഭിക്കേണ്ടത്? ആളുകൾ പറയും കുട്ടി ജനിച്ച ഉടനെ, അല്ലെങ്കിൽ പ്രായപൂർത്തിയാകുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ ഹൈസ്കൂൾ കഴിഞ്ഞാൽ,
പല സമയമാണ് ആൾക്കാർ പറയാറുള്ളത്. യഥാർത്ഥത്തിൽ പാരൻറ്റിങ് ആരംഭിക്കുന്നത് ബിഫോർ മാരേജാണ്. ബിഫോർ മാരേജാണ് പാരൻറ്റിങ് ആരംഭിക്കുന്നത്. എനിക്കൊരു പെണ്ണ് എന്നല്ല, എൻ്റെ കുഞ്ഞിനൊരു ഉമ്മ. എനിക്കൊരു ഹസ്ബൻഡ് എന്നതല്ല. അതൊക്കെ 3 മാസം, 2 മാസം, 6 മാസം, 9 മാസം, ആദ്യത്തെ പ്രസവത്തിനിടയിൽ എത്ര ഗ്യാപ്പ് ഉണ്ടാവും അത്ര വരെ ഉണ്ടാവുള്ളൂ. പിന്നെ ആ ചുമതലയിൽ നിന്ന് വേറെ ചുമതലയും കൂടെ ഉമ്മ ബാപ്പ എന്നുള്ള ഡെസിഗ്നേഷൻ കൂടെ വരികയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫൽഫർ ബിദാത്തി ദീൻ, നീ ദീനുള്ള പെണ്ണിനെ തിരഞ്ഞെടുക്കണം. സ്ത്രീകളോടും പറഞ്ഞു, സ്ത്രീകളുടെ വലിയനോട്, രക്ഷിതാക്കളോട് പറഞ്ഞു, നല്ല സൽസ്വഭാവമുള്ള ദീനുള്ള ആൺകുട്ടികൾ നിങ്ങളുടെ മക്കളെ വിവാഹം അന്വേഷിച്ചാൽ നിങ്ങൾ അവർക്ക് കല്യാണം ചെയ്തു കൊടുക്കണം. നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ ഫിത്നയും ഫസാദും ഉണ്ടാകും. അപ്പോൾ നല്ല ഇണകളെ തിരഞ്ഞെടുക്കുന്ന സമയം മുതൽക്ക് തുടങ്ങുന്നു യഥാർത്ഥത്തിൽ പാരൻറ്റിങ്. എൻ്റെ കുട്ടിയെ ധാർമ്മിക ബോധത്തോടുകൂടെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റിയ ഒരു മദറായിരിക്കണം. എൻ്റെ കുട്ടിക്ക് ധാർമ്മിക ബോധം പകരാൻ പറ്റിയ നല്ല റോൾ മോഡലായിട്ടുള്ളൊരു ഫാദർ ആയിരിക്കണം. ഈ സങ്കല്പത്തിൽ നിന്നായിരിക്കണം വിവാഹ ജീവിതം ആരംഭിക്കേണ്ടത്. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഇന്ന് കല്യാണം അഭിനയങ്ങളാണ്. ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീം കൊടുക്കുന്ന വ്യത്യസ്ത റേറ്റുള്ള പദ്ധതികൾ അവനവന് അഫോർഡബിളായിട്ടുള്ളത് ഏറ്റെടുത്ത് അവർ പറയുന്നത് പോലെ അഭിനയിച്ച് നടിച്ച് കാട്ടിക്കൂട്ടി മൊത്തത്തിൽ ആളുകളെ മുമ്പിൽ ഇങ്ങനെ പ്രകടിപ്പിച്ച്. ഞാൻ ഇന്നു പൊരുത്തൻ്റെ സ്റ്റാറ്റസിന് കമൻ്റ് ചെയ്തു, ഇതൊക്കെ എൻ്റെ ബെഡ്റൂമിൽ ചെയ്താൽ പോരെ, എന്തിനാണ് വീഡിയോ എടുത്ത് പിന്നെ ലോകത്തിന് മുന്നിൽ സമർപ്പിക്കണത്? ആരാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ ചോദിച്ചപ്പോൾ ക്യാമറാമാൻ എന്നാണ് പറഞ്ഞത്. ക്യാമറാമാൻ പറയുന്നത് എന്താണോ അതിനനുസരിച്ച് ഇങ്ങനെ അഭിനയിക്കുകയാണ്. ഒരാഴ്ച മുമ്പേ തുടങ്ങും ഓരോ പരിപാടികൾ അല്ലേ, നെല്ലുകുത്തലും പലതരത്തിലുള്ള പരിപാടികൾ ഓരോന്നും വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിലാണ് ഇത്തരം സാധനങ്ങളുടെ പ്രൊമോഷൻ കാര്യമായിട്ട് നടക്കുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ഞാൻ ഇപ്പോൾ കണ്ടത്, ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ഒരു ഗ്രൂപ്പിൽ വന്നൊരു വീഡിയോ, പുതിയാപ്പിളിയില്ല പുതിയണ്ണുമില്ല, എന്നൊരു കല്യാണം കഴിച്ച ഫീല് കിട്ടാനുള്ളൊരു സെറ്റപ്പ് കേരളത്തിന് പുറത്ത് ഏതോ ഒരു സ്റ്റേറ്റിൽ തുടങ്ങിയിട്ടുണ്ട്. അത് നിശ്ചിത ഡേറ്റിൽ ഒരു സെറ്റ് ഓഫ് ടീം എന്ത് ചെയ്യുക, ഹാള് ബുക്ക് ചെയ്യുക, എന്നിട്ട് അവിടെ എല്ലാ തരത്തിലുള്ള കല്യാണത്തിന് ഒരുങ്ങുന്ന പോലെ എല്ലാവരും ഒരുങ്ങി, പുതിയാപ്പിളിയും പുതിയണ്ണും പോലെ എല്ലാവർക്കും പരസ്പരം ഫോട്ടോ എടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് പിരിയുക. രേഖയും മതാചാരം ഇതൊന്നും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് ഇതൊന്നും ഉണ്ടാവില്ല. കല്യാണം കഴിച്ച ഫീല് അതിങ്ങനെ കൊണ്ടുവന്നിട്ട് അതാണ് കഴിച്ചു പോവുക. എൻ്റെ ഭാര്യയുടെ ഒന്നും ചോദിക്കരുത്, അത് ആ സമയത്ത് മാത്രമേ ഉള്ളൂ. വാടക കൊടുത്ത സമയത്ത് സമയം കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇറങ്ങുക. പിന്നെ അടുത്ത ടീം വരും, ഓലും ഇതേമാതിരി കല്യാണം അഭിനയിച്ചിട്ട് ഓല് പോവും. പിന്നെ അടുത്ത ടീം വരും, ഓലും കല്യാണം അഭിനയിച്ചിട്ട് ഓല് പോവും. ഇപ്പം ദാമ്പത്യത്തിലേക്ക് കയറുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ ഇങ്ങനത്തെ നാട്യങ്ങളും അഭിനയങ്ങളും ആചാരങ്ങളുമാണ്. ഒരു നിക്കാഹിന് ഡേറ്റ് കൊടുക്കണമെങ്കിൽ കുറേ ക്രൈറ്റീരിയാസ് പാലിക്കണം. അപ്പോൾ ആരാണ് ചോദിക്കും, ഏത് ആശയക്കാരാണ് ചോദിക്കും. ഇനിയിപ്പോൾ ഏത് ആശയക്കാരനാണെങ്കിലും അവിടെ അഭിനയം ഉണ്ടാവുമെന്ന് ചോദിക്കും, മ്യൂസിക്കും പാട്ടും പരിപാടികളും ഉണ്ടാവുമെന്ന് ചോദിക്കും, പെണ്ണിനെ സ്റ്റേജിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഭയങ്കര പ്രദർശനം നടക്കുമെന്ന് ചോദിക്കും. എന്തിനപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കണേ? ഖത്തീബായിട്ട് നമ്മളെ തന്നെ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ ആരെയും നോക്കിക്കോളി. അത് വലിയ പ്രശ്നമാണ്. ഖുർആൻ ക്ലാസ് കേൾക്കുന്ന ആൾക്കാർ, പങ്കെടുക്കുന്ന ആൾക്കാരുടെ കല്യാണപ്പര പോലും ഇതുപോലെ ആയി മാറിയിട്ടുണ്ട്. പിന്നെ കുറേ കാലങ്ങൾ ഓരോന്നിങ്ങനെ വരുമ്പോൾ പണ്ട് തുടങ്ങിയതൊക്കെ കല്യാണത്തിൻ്റെ ചടങ്ങായിട്ട് മാറും. പിന്നെ അന്നത്തെ പുതിയതായിരിക്കും പുതിയത്, ഇപ്പോഴത്തെ പുതിയത് അന്നത്തെ പഴയ ചടങ്ങായിട്ട് മാറും. അപ്പോൾ അതിലൊന്നൊരു പ്രശ്നമില്ലാന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. മനസ്സിലായില്ലേ? ഇപ്പോൾ കല്യാണത്തിൻ്റെ മുമ്പാണ് പാരൻറ്റിങ് ആരംഭിക്കുന്നത്. ദീനീ ബോധമുള്ള 2 പേർ തമ്മിൽ ഒരുമിച്ച് ചേരുമ്പോഴാണ് നല്ല മക്കൾ അതിൽ നിന്ന് ഉണ്ടാകുന്നത് എന്നതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. പാരൻറ്റിങ് എല്ലാവർക്കും സെയിം ആണോ? ഒരിക്കലുമല്ല. ഓരോ പ്രായക്കാർക്കും ഓരോ അവസ്ഥയിലുള്ളവർക്കും വ്യത്യസ്ത രീതിയിലാണ് പാരൻറ്റിങ് ഉള്ളത്. ആൺകുട്ടിയോട് പറയുന്ന പോലെയല്ല പെൺകുട്ടിയോട്. വലിയ കുട്ടിയോട് പിന്നെ ആ കുട്ടിയെ കൈകാര്യം ചെയ്യുന്ന പോലെയല്ല ചെറിയ കുട്ടിയെ കൈകാര്യം ചെയ്യേണ്ടത്. പ്രായത്തിനനുസരിച്ചാണ് നമ്മൾ കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ടത്. ചെറുപ്പത്തിലെ പ്രായമെന്ന് പറയുന്നത്, അതായത് ഒരു 1 to 3 or 1 to 4 ഏജ് എന്ന് പറഞ്ഞാൽ എല്ലാം കുട്ടികളിങ്ങനെ അബ്സോർബ് ചെയ്യുന്നൊരു സമയമാണ്.
ഒരു സ്പോഞ്ച് വെള്ളത്തിലിട്ടാൽ ആ സ്പോഞ്ച് ഇങ്ങനെ വെള്ളം ഊറ്റി കുടിക്കണ പോലെ കുട്ടി ഇങ്ങനെ ഊറ്റി കുടിക്കും. എന്താണ് സറൗണ്ടിങ്സിൽ കാണുന്നത്, കേൾക്കുന്നത്, പറയുന്നത് എന്നൊക്കെ. കുട്ടികളൊക്കെ ഫോണും മേലാണ് പറയാറുണ്ട് അല്ലേ. ഗർഭത്തിൽ നിന്നേ കുട്ടി കേൾക്കുന്നുണ്ട് റീൽസിൻ്റെ സൗണ്ട്, ഷോർട്സിൻ്റെ സൗണ്ട്. അതെങ്ങനെ കേട്ടു? അത് ഉമ്മയുടെ മൊബൈൽ ഉപയോഗമാണ്. ജനിച്ചപ്പോൾ ഒരു പക്ഷേ കുട്ടിയെ കാണുന്നതിൻ്റെ മുമ്പ്, ഉമ്മനെ കാണുന്നതിന് മുമ്പ് കുട്ടി കണ്ടത് ഫോണായിരിക്കും. കാരണം ഫസ്റ്റ് വന്നത് സെൽഫിയാണ്. വരുന്നവരൊക്കെ കുട്ടിയെ മടിയിൽ വെച്ചിട്ട് സെൽഫി എടുത്തിട്ടാണ് പോണത്. അതുകൊണ്ട് തന്നെ ഫോണിൻ്റെ ഉപയോഗം എങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും അധികം കെയർ ചെയ്യുന്ന സാധനം ഫോണാണ്. ഖുർആൻ ഓതിയില്ലെങ്കിലും ഫോൺ എടുക്കുന്നു, കുട്ടീനെ നോക്കിയില്ലെങ്കിലും ഫോൺ നോക്കുന്നു, ഉറങ്ങാതെ ഫോൺ നോക്കുന്നു. ലൈറ്റ് ഓഫ് ആയാലും ഫോണിൻ്റെ ലൈറ്റ് ഓഫ് ആകുന്നില്ല, ഏറ്റവും ലാസ്റ്റാണ് അത് അണയുന്നത്. അപ്പോൾ എല്ലാം കുട്ടി സമാഹരിക്കുന്ന ഒരു സമയമാണ് ആ ചെറിയ പ്രായം. അതുകൊണ്ടാണ് ആ സമയത്ത് സിനിമകളും മറ്റു കാര്യങ്ങളൊന്നും കേൾക്കരുത്, കാണിക്കരുത് എന്നൊക്കെ പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. 1 to 14 ഏജിനുള്ളിൽ ഫോൺ തന്നെ കൊടുക്കരുത് എന്നാണ് ഫോൺ കണ്ടുപിടിച്ച ആൾക്കാർ പറയുന്നത്. FBയും ഗൂഗിളും ഒക്കെ കണ്ടെത്തിയ ആൾക്കാർ ആരും ഓരോ കുട്ടികൾക്ക് ഫോൺ കൊടുക്കുന്നില്ല. കാരണം അവരുടെ മക്കൾ നാളെ ഭാവിയിൽ നല്ല ബിസിനസ്മാൻമാരും നല്ല സയൻറ്റിസ്റ്റുമാരും ഒക്കെ ആകണമെന്ന് അവർക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് സ്വന്തം മക്കൾക്ക് ഫോൺ കൊടുക്കാതെ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ഫ്രീ ആയിട്ട് നെറ്റും ഫോണും എല്ലാം വിതരണം ചെയ്തിരിക്കുകയാണ് അവർ. ഓരൊക്കെ തലതിരിഞ്ഞ് പോട്ടെ. പണ്ട് ബ്ലൂ വെയിൽ എന്നിട്ടൊരു ഗെയിം ഉണ്ടായിന്. അത് കളിച്ചാൽ ലാസ്റ്റ് മലൻ്റെ മുകളിൽ നിന്ന് ചാടുക, അല്ലെങ്കിൽ ട്രെയിനിൻ്റെ മുന്നിലേക്ക് ചാടുക, അല്ലെങ്കിൽ കടലിൻ്റെ നടുവ് പോയിട്ട് ചാടുക, അതൊക്കെയാണ് ലാസ്റ്റ് ടാസ്ക്. അതും കൂടെ ചാടിക്കഴിഞ്ഞാൽ പിന്നെ ഗെയിം ഓവറായി, കാരണം പിന്നെ ഉണ്ടാവില്ല. അപ്പം അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതുണ്ടാക്കിയ ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഭൂമിക്ക് ഭാരമായിട്ടുള്ള മനുഷ്യന്മാരൊക്കെ ഇവിടെ നിന്ന് നീക്കം ചെയ്യാൻ കണ്ടെത്തിയ സിസ്റ്റമാണെന്നാണ്. പ്രത്യേകിച്ച് യൂസ് ഒന്നും ഇല്ലാത്ത ആൾക്കാരെ ഇവിടെ നിന്ന് ഇങ്ങനെ ഓൻ കളിച്ച് അങ്ങനെ പോട്ടെ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിൽ നിന്ന് പണം ഏൺ ചെയ്യാനുണ്ട്, അവരുടെ മക്കളെ വലിയ വലിയ ആൾക്കാരാക്കാനുണ്ട്. നമ്മുടെ മക്കൾ എന്തായാലും അവർക്ക് കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ ഒരു 14 ഏജ് വരെ, 14 വയസ്സ് വരെ അവരാരും ഫോൺ കൊടുക്കരുതെന്നാണ് പറയുന്നത്. ഫോൺ കൊടുത്തും കൊടുക്കാതെയും പഠനം നടത്തിയ ജനറേഷന് വലിയ മാറ്റം അവരുടെ ചിന്തയിലും അവരുടെ ഓർമ്മശക്തിയിലും അവരുടെ കാഴ്ചപ്പാടുകളിലും അവരുടെ വിവേകത്തിലും അവരുടെ പക്വതയിലും അവരുടെ എല്ലാ കാര്യത്തിലും ഭയങ്കര മാറ്റമുള്ളതായിട്ട് കണ്ടെത്തലുകൾ കാണിക്കുന്നുണ്ട്. ഫോൺ എന്തിനാണ് ഇപ്പോൾ കൊണ്ടുവന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറുപ്പം മുതൽക്കേ നമ്മുടെ മക്കൾ നമ്മിൽ നിന്നാണ് ഇതൊക്കെ കണ്ടുപഠിക്കുന്നത്. അപ്പോൾ പാരൻറ്റിങ് എന്ന് പറയുന്നത് ഓരോ ഏജിനെയും മനസ്സിലാക്കിയിട്ട് വേണം. 4 to 9 എന്ന് പറയുന്നത് ആ ചൈൽഡ്ഹുഡിനെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുന്ന സമയമാണ്. ഏറ്റവും മണ്ടിക്കളിച്ചുന്ന പ്രായതീകാരം അല്ലേ. 1 to 4, 5 ക്ലാസ്സിലെ കുട്ടികളേക്കാരം ഏറ്റവും അധികം പരക്കം പോയ എവിടെ കൊണ്ടിട്ടാലും നമ്മൾ ഓലക്കൊണ്ടിലപ്പോൾ പാച്ചിൽ നിയന്ത്രിക്കാൻ പറ്റും. ഓലപ്പം പാഞ്ഞളിച്ചാന്നല്ലാണ്ടേ പിടിച്ചേക്കാൻ ശ്രമിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. അതാണ് ആ ഒരു ഏജിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു സെൽഫ് ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടാകുന്ന, സ്വന്തത്തെക്കുറിച്ചൊരു ബോധമുണ്ടാകുന്ന, അഭിമാനബോധമുണ്ടാകുന്ന, ഈഗോസ് ഉണ്ടാകുന്ന, സൗന്ദര്യബോധമുണ്ടാകുന്ന ഒരു സമയമാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള അഡോളസൻസ് എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് വൈകാരികമായിട്ടുള്ള ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻ ഉണ്ടാകുന്ന, സെക്ഷൽ ഹോർമോൺസ് പ്രൊഡക്ഷൻ ആരംഭിക്കുന്ന, സെക്ഷലി തോട്ട്സ് ഉണ്ടാകുന്ന ആ ഒരു സമയമൊക്കെയാണ് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള സമയം. അപ്പോൾ മദ്രസയിലൊക്കെ പഠിച്ചപ്പോൾ നല്ല കുട്ടിയായിരുന്നു. മദ്രസ കഴിഞ്ഞതോടുകൂടെ ആൾ പിടുത്തം വിട്ടു എന്ന് പറയാനുള്ള കാരണം, ഒന്ന്, മദ്രസയിൽ നിന്ന് കിട്ടിയ ദീനി തർബിയത്ത് ഇല്ലാണ്ടായി. ഉസ്താദുമാർ, രക്ഷിതാക്കൾ എന്നൊക്കെ പറഞ്ഞ കുറേ പേടിയുടെ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ മിസ്സായി. തന്നെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ആളുകൾ ഇല്ലാണ്ടായി. പിന്നെ ആ ഏജ് മാറ്റത്തിൽ കുട്ടിക്കുണ്ടാകുന്ന ആ ഒരു എക്സ്പ്ലോർ ചെയ്യാനും ആസ്വദിക്കാനും ഒക്കെയുള്ള ആ ഒരു ത്വര. അതുകൊണ്ട് നമ്മൾ സൂംബ ഡാൻസിനെതിരെ നമ്മൾ സംസാരിക്കാൻ കാരണം, LKGയിൽ പഠിക്കുന്ന കുട്ടി സ്ട്രെസ്സ് കാരണം കള്ളു കുടിക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയിട്ടാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസം തികഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി ഈ ഒരു സൂംബ എന്നത് നടപ്പിലാക്കിയത്. യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികൾ ഡ്രഗ്സിലേക്ക് പോകുന്നത് സ്ട്രെസ്സ് കൊണ്ടല്ല, മറിച്ച് ഏതും നുകരാനും ആസ്വദിക്കാനും അനുഭവിക്കാനും ട്രൈ ചെയ്യാനുമുള്ള അവരുടെ ആ ഒരു മെൻ്റൽ സ്റ്റാറ്റസാണ്, ആ ഒരു ത്വരയാണ് ശരിക്കും അവരൊക്കെ എത്തിക്കുന്നത്. അത് ചെറുപ്രായത്തിൽ ഡ്രഗ്സിന് അടിമപ്പെട്ട കുട്ടികൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം അവർ കൊടുത്ത ഇൻ്റർവ്യൂസിൽ അവർ പറയുന്നുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഇതിനെക്കുറിച്ച് പരിചയപ്പെടുത്തിയത്. എന്താണ് പരിചയപ്പെടുത്തിയത്?
MDMA അടിച്ചാൽ എപ്പോഴും നമുക്ക് ഉണർവോടുകൂടി ഇരിക്കാൻ പറ്റും. വിശപ്പുണ്ടാവില്ല, ക്ഷീണം ഉണ്ടാവില്ല, ഉറക്കമുണ്ടാവില്ല. ആരെന്ത് പറഞ്ഞാലും നമ്മളെ ബാധിക്കൂല. ആ ഒരു സംഗതി എൻജോയ് ചെയ്യാനാണ്, അടിപൊളിയാണ് എന്ന് പറഞ്ഞിട്ടാണ് അതിലേക്ക് പോകുന്നത്. എല്ലാം അടിപൊളിയുടെ പിന്നാലെ പോകുന്ന ആ ഒരു സമയം, എല്ലാം എൻജോയ് ചെയ്യാൻ, എക്സ്പ്ലോർ ചെയ്യാൻ, ഒന്ന് ട്രൈ ചെയ്യാനുള്ളൊരു താല്പര്യമുണ്ടാകുന്ന സമയം. അതുകൊണ്ടാണ് അതേ ഒരു സാധനം, അതായത് ഡ്രഗ് ഉപയോഗിക്കുന്ന ഒരാൾക്ക് എന്താണോ കിട്ടുന്നത് അതേ സാധനമാണ് ഡാൻസ് കളിച്ചാലും കിട്ടുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഡ്രഗ് പോലത്തെ ഒരു ആസ്വാദനത്തെ ഇല്ലാണ്ടാക്കാൻ ഡാൻസ് പോലത്തെ ഒരു ആസ്വാദനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉണ്ടാവുക ഡ്രഗ് അടിച്ച് ഡാൻസ് കളിക്കും, അതുണ്ടാവുക. അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളെ എതിർക്കാനുള്ള കാരണം. ഇപ്പം മദ്രസ പ്രായത്തിൽ കുട്ടികൾക്ക് കിട്ടുന്ന തർബിയത്തും തസ്കിയത്തും മിസ്സായി പോവും. മദ്രസ കഴിഞ്ഞാൽ പ്രായത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, പിന്നെ കുട്ടിക്ക് ഞാൻ ഒരു ആളായി എന്ന ബോധമുണ്ടാകുന്നതോടുകൂടെ പാരൻസിനുള്ള ഹോൾഡ് കുറഞ്ഞു പോവുക. ഇതൊക്കെ കുട്ടികൾ വഴികേടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ആരാണ് ഈ ഒരു പാരൻറ്റിങ് ചെയ്യേണ്ടത്? അത് പാരൻസിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞു. ആണും പെണ്ണിന് കൂട്ടുത്തരവാദിത്തമാണെന്ന് പറഞ്ഞു. എപ്പോഴാണ് പാരൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് വെച്ചാൽ ബിഫോർ മാരേജ് ഓൺവേർഡ്സ് നമ്മളത് സ്റ്റാർട്ട് ചെയ്യണം. കുട്ടി പ്രഗ്നൻസി പീരീഡിൽ, ഭാര്യ പ്രഗ്നൻസി പീരീഡിലായിരിക്കുമ്പോൾ വക്കുലി വഷ്റബി വഖർരി ഐന, മറിയമിനോട് അല്ല പറഞ്ഞു, നീ തിന്നോ കുടിച്ചോ സമാധാനായിട്ടിരിക്കുക. ആ സമയത്ത് അവർക്ക് നല്ല സമാധാനവും സന്തോഷവും കിട്ടണം. അവർ ഖുർആൻ ഓതണം, നല്ല പുസ്തകങ്ങൾ വായിക്കണം, നല്ലത് കേൾക്കണം. അതിലൂടെ കുട്ടിയുടെ ബ്രെയിനും കുട്ടിയുടെ കഴിവുകളൊക്കെ ഡെവലപ്പാകും എന്ന് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഏജിലൊക്കെ തന്നെ പാരൻറ്റിങ് സ്റ്റാർട്ട് ചെയ്ത് പോകണം. പിന്നെ ഓരോ ഏജിനെ മനസ്സിലാക്കിയിട്ട്, ജെൻഡറിനെ മനസ്സിലാക്കിയിട്ട്, അവസ്ഥകൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പാരൻറ്റിങ് കൊടുക്കാൻ എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. എന്താണ് പാരൻറ്റിങ്? ഉപദേശമാണോ? ഉപദേശമുണ്ടാകാം. എന്നാൽ വെറും ഉപദേശമാണോ? അല്ല. നമ്മൾ പറയുന്നതിനേക്കാളും അവരിൽ സ്വാധീനിക്കുന്നത് നമ്മൾ ചെയ്യുന്നതാണ്. കുട്ടികൾക്കൊരു നാച്ചർ ഉണ്ടാവും. ഓരോ കുട്ടിയും ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന നാച്ചർ ഉണ്ടാവും. എല്ലാ കുട്ടികളും മുസ്ലിമായിട്ടാണ് ജനിച്ചത്. കള്ളുകുടിയനല്ല, വ്യഭിചാരിയല്ല, തെമ്മാടിയല്ല, താന്തോന്നിയല്ല. അലസ്തു ബിറബ്ബിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബ് പോരെ എന്ന് ചോദിക്കുമ്പോൾ ഖാലൂ ബല, പടച്ചോൻ മതി റബ്ബായിട്ടെന്ന് അംഗീകരിച്ചിട്ടാണ് എല്ലാ കുട്ടിയും ഭൂമിയിലേക്ക് ഭൂജാതനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്കൊരു നാച്ചർ ഉണ്ടാവും. അതിൽ നമുക്ക് മാറ്റം വരുത്താൻ, ഗ്രാജ്വലി ചെറിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി അലല്ലാ. എന്നാൽ നേച്ചറിങ് എന്നത് നമ്മൾ വളർത്തിയെടുക്കേണ്ട കാര്യമാണ്. എല്ലാതും നമ്മൾ പഠിച്ചറിഞ്ഞിട്ടാണ് ചെയ്യണത്. പക്ഷേ പാരൻറ്റിങ് മാത്രം പഠിച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. അശ്രദ്ധ, വിവരക്കേടിനേക്കാളും വലിയ പ്രശ്നം അശ്രദ്ധയാണ്. ചില ആൾക്കാർ മക്കളുടെ കാര്യത്തിൽ ഒന്നും ശ്രദ്ധിക്കാതെ പെടും. ചില ആളുകൾ മൈന്യൂട്ട് കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കും. ഇത് രണ്ടും അപകടമാണ്. ഓരോ സന്ദർഭത്തിലും എങ്ങനെ പെരുമാറണം, എങ്ങനെ ഇടപെടണമെന്ന് ചിന്തിച്ച് ആലോചിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഇടപെട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള മാറ്റം നമ്മുടെ മക്കളിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഇന്നത്തെ തലമുറ അതാർക്കും പിടിച്ചാൽ കിട്ടൂല എന്ന് നമ്മൾ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ തലമുറയിലാണ് നമ്മൾ ജനിച്ചെങ്കിൽ നമ്മുടെ കയ്യിലും ഫോൺ ഉണ്ടാവും, നമ്മൾ യൂട്യൂബ് ഉപയോഗിക്കും, നമുക്കും ഈ പറയപ്പെട്ട കോലത്തിലുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ തലമുറയെ നമ്മൾ പഴിക്കുന്നത് കൊണ്ട് കാര്യമില്ല. മറിച്ച് ഇന്നത്തെ ഈ സാഹചര്യത്തെ നമുക്ക് അനുഗുണമായിട്ട് എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും എന്നതാണ് നാം ചിന്തിക്കേണ്ടത്. മക്കളുടെ വിദ്യാഭ്യാസത്തിൽ, അവരുടെ ദീനി കാര്യത്തിൽ, അവരുടെ മറ്റു കഴിവുകളിൽ, ഇതിലൊക്കെ നമുക്ക് നല്ലൊരു സ്വപ്നമുണ്ടായിരിക്കണം. ആസ് എ പാരൻറ്റ്, എനിക്ക് കിട്ടാത്തതൊക്കെ അവന് കൊടുക്കുക, എനിക്ക് നേടാൻ പറ്റാത്തതൊക്കെ അവനെക്കൊണ്ട് നേടുക, ഇത് ശരിയല്ല. ഒരു പിടി മണ്ണ് വാരിയെടുത്താൽ അതിലെ ചരൽക്കല്ലുകൾ ഡിഫറൻ്റാണ്. മുറ്റത്ത് വിരിച്ച സിക്സം ഒരു കോരി കയ്യിലെടുത്തു കഴിഞ്ഞാൽ ഒരു കല്ലും മറ്റൊരു കല്ലിന് തുല്യമല്ല. എന്തുകൊണ്ടും ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഇസ് ഡിഫറൻറ്റ്, എല്ലാ നിലക്കും. അതുകൊണ്ട് നമുക്ക് നേടാൻ പറ്റാത്തത് അവരിലൂടെ നേടുക, നമുക്ക് കിട്ടാതെ പോയതൊക്കെ അവർക്ക് വാരിക്കോരി കൊടുക്കുക, ഇതൊന്നും ശരിയല്ല. മറിച്ച് അവസ്ഥകളും അവസരങ്ങളും മനസ്സിലാക്കി കൊടുക്കേണ്ടത് കൊടുത്ത്, തിരുത്തേണ്ടത് തിരുത്തി, പണിഷ് ചെയ്യേണ്ടടുത്ത് പണിഷ് ചെയ്ത്, മിണ്ടാണ്ടിരിക്കേണ്ടടുത്ത് മിണ്ടാതിരുന്ന്, ശ്രദ്ധിക്കേണ്ടടുത്ത് ശ്രദ്ധിച്ച്, ശ്രദ്ധിക്കാത്ത പോലെ അഭിനയിക്കേണ്ടടുത്ത് ശ്രദ്ധിക്കാത്ത പോലെ അഭിനയിച്ചു കൊണ്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഗഫലത്തുണ്ട്, തഗാഫുലുണ്ട്.
ഗഫ്ലത്ത് എന്ന് പറഞ്ഞാൽ അശ്രദ്ധയാണ്, തഗാഫുൽ എന്ന് പറഞ്ഞാൽ അശ്രദ്ധ നടിക്കലാണ്. ജൂതന്മാർ വന്നിട്ട് നബിനോട് പറഞ്ഞു അസ്സലാമു അലൈക്കും പറഞ്ഞു. നബി പറഞ്ഞു വാലൈക്കും പറഞ്ഞു. ആയിഷ ബീവി പൊട്ടിത്തെറിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിനോട് പറഞ്ഞു മഹ്ലൻ യാ ആയിഷ ഇന്നല്ലാഹ യുഹിബ്ബു റിഫ്ഖ, അള്ളാഹു റിഫ്ഖാണ് ഉദ്ദേശിക്കുന്നത്, അള്ളാഹ് റിഫ്ഖിനെയാണ് ഇഷ്ടപ്പെടുന്നത്, അള്ളാഹു പിന്നെ സാവകാശത്തെയാണ് ഇഷ്ടപ്പെടുന്നത് എന്നൊക്കെ ആയിഷ ബീവിനോട് പറഞ്ഞു. മിണ്ടാക്ക് വിഷയം കണ്ടായിരുന്നു. എന്താ സംഭവത്തിൽ പറഞ്ഞ് അസ്സലാമു അലൈക്കും പറഞ്ഞാൽ മുഹമ്മദ് അജി മരിക്കട്ടെ എന്നാ. ആയിഷ ബീവി ഇളകാതെക്കുവോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ ബീവി പറഞ്ഞു നബി നിങ്ങൾ കേട്ടില്ലേ അവർ പറഞ്ഞത്? അപ്പോൾ റസൂൽ പറഞ്ഞു ഓർക്കില്ലേ ഞാൻ കൊടുത്തല്ലോ, വാലൈക്കും നിങ്ങളൊന്ന് അതിലുണ്ടല്ലോ, എന്താണോ ഇങ്ങോട്ട് തന്നത് അത് ഇങ്ങക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാനും ഗൗനിക്കാനൊന്നും വയ്യാന്നുള്ളിടത്താണ് നബി ഉള്ളത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരുപോലെയല്ല, ഓരോന്നിൻ്റെയും അവസ്ഥയും ഗൗരവത്തിനും അനുസരിച്ചുള്ള പെരുമാറ്റവും ഇടപെടലുമാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കേണ്ടത്. ഓരോ പ്രശ്നങ്ങൾക്കും അതിൻ്റേതായ സൊല്യൂഷൻസ് ഉണ്ട്. ആ സൊല്യൂഷനെ കണ്ടെത്തുകയാണ് നമ്മൾ വേണ്ടത്. നന്നായിട്ട് പാട്ട് പാടുന്നൊരു കുട്ടി, അവൾ പാട്ടൊക്കെ പാടി നല്ല ഗിഫ്റ്റും സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങും, പക്ഷേ പരീക്ഷ എഴുതിയ മാർക്ക് കുറവാണ്. അപ്പം മാർക്ക് കുറഞ്ഞിട്ട് പേപ്പറുമായിട്ട് വരുന്ന കുട്ടിയെ നോക്കിയിട്ട് ഉമ്മ പറയും ഇജ്ജ് പാടിയിട്ട് കാര്യമൊന്നുമില്ല, ഇജ്ജത്തെ കുറേ പാടി സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് കാര്യം, 5 മാർക്കല്ല എനിക്ക് കിട്ടിയത് IMBക്ക്, ഇജ്ജല്ലേ പാട്ടും പഴയുന്നത് വല്ല കാര്യമാണ്. യഥാർത്ഥത്തിൽ അത് ശരിയല്ല. ആ ട്രീറ്റ്മെൻറ്റ്, പാടുക എന്നതൊരു കലയാണ്. പാട്ട് എല്ലാവർക്കും പാടാം, പക്ഷെ പാട്ടായിക്കൊള്ളുന്നില്ല. ഇങ്ങനെയൊക്കെ പാടാമെന്നതിന് കിട്ടുള്ളൂ. ഈ ഇരിക്കുന്ന എല്ലാവരും ഒരു പാട്ട് പാടിയാൽ ഈ പാട്ട് അങ്ങനെയൊക്കെ പാടാം എന്നേ കിട്ടുള്ളൂ. എല്ലാവരും പാട്ടായിക്കൊള്ളുന്നില്ല. എന്നാൽ അതിൻ്റെ താളവും രീതിയും എല്ലാം പാകത്തിന് പാടുന്ന ആൾക്കാരുണ്ടാവും. അതൊരു കഴിവാണ്. അപ്പം ആ കഴിവ് അടിച്ചമർത്തിയിട്ട് വേണ്ട കുട്ടിയെ പഠിപ്പിക്കാൻ. മാർക്കില്ല എന്നത് വേറെ ഒരു പ്രശ്നമാണ്. അതിനുള്ള മാർഗം എന്താണോ അതാണ് അവിടെ പയറ്റേണ്ടത്. മനസ്സിലായില്ലേ? അതല്ലാതെ ഒന്നുണ്ടായിട്ട് എന്ത് കാര്യം, നിനക്ക് ഇതില്ലല്ലോ എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. ചോറും കറിയും കൂട്ടാനൊക്കെ അടിപൊളിയായി, പക്ഷെ അച്ചാറിൽ ഉപ്പില്ലല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഒരു നെഗറ്റീവിനെടുത്തിട്ട് ബാക്കി എല്ലാ പോസിറ്റീവും തച്ചമർത്തുന്നതാകരുത് ട്രീറ്റ്മെൻറ്റ്. ബോധ്യപ്പെടുത്തുന്നതായിരിക്കണം നമ്മുടെ പെരുമാറ്റങ്ങളും സംസാരങ്ങളും. ചിലതൊന്നും പറയലല്ല, ചിലതൊക്കെ മൗനമാണ്, ചിലതൊക്കെ വെറും നോട്ടമാണ്, ചിലതൊക്കെ ചില സിഗ്നൽസാണ്, ചിലതൊക്കെ നമ്മൾ പറയാണ്ട്. ഇപ്പോൾ ഖുർആൻ ഓതുന്നില്ല, നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓതിക്കോ 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 എന്നിങ്ങനെ നമ്മൾ പറഞ്ഞു നടക്കും. കുട്ടി ഓതൂല. ഓതാതിരിക്കുക മാത്രമല്ല ചെയ്യണം, ഓ മനസ്സിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നിങ്ങളെന്തോ ഓതാത്ത്. മനസ്സിലാണ്ടല്ലോ? അപ്പോൾ വായിക്കുന്നില്ല എന്ന് പരാതി പറയല്ല, അവരുടെ കൂടെ വായിക്കുന്നവരാകുക. ഓതുന്നില്ലെന്ന് പരാതി പറയല്ല, അവരുടെ കൂടെ ഓതുന്നവരാകുക. നിസ്കരിക്കുന്നില്ല എന്ന് പറയല്ല, അവരുടെ കൂടെ നിസ്കരിക്കുന്നവരാകുക. മനസ്സിലല്ലേ? പടച്ചോനെ ബാങ്ക് കൊടുത്തല്ലോ, എല്ലാവരും ഒതുക്കി നമുക്കൊന്ന് ജമാഅത്തെ നിസ്കരിക്കുക, കുട്ടിമാൻ ഇമാമെന്നോ ഓൻ ഇമാമ് നിർത്തിയിട്ട് നമ്മൾ നിസ്കരിക്കുക. ഒരു വ്യവസ്ഥ കൊണ്ടുവന്ന് അവരെ ചേർത്ത് പിടിച്ച് നമ്മൾ ചെയ്യലായിരിക്കും, അല്ലാതെ എല്ലാം ഉപദേശമായിക്കൊള്ളുന്നില്ല. പഠിച്ചോ 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 എന്ന് 1000 വട്ടം പറഞ്ഞാലും പഠിക്കൂല. കാരണം ഹൗ ടു ലേൺ എന്നത് കുട്ടിക്ക് അറിയില്ല, ഹൗ ടു റൈറ്റ് എന്നത് അറിയില്ല. എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്ന കാര്യം അറിയാത്തൊരു കുട്ടിനോട് നിങ്ങൾ പഠിച്ചോ 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 പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പാരൻസിനെ പോലെ തന്നെ ആക്ട് ചെയ്യുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കുട്ടിയുടെ കൂടെ ഇരിക്കണം. നാളെ ഏതാണ് പരീക്ഷ? നാളെ EVS ആണ് പരീക്ഷ. ആ ബുക്കെടുത്ത് ഇതൊക്കെ എന്താണ്? കുട്ടീനെ കൊണ്ട് അങ്ങോട്ട് ചോദിക്കുക. കുട്ടിക്കിത് അറിയൂലേ എന്ന് അങ്ങോട്ട് ചോദിക്കുന്നതോടുകൂടി നമുക്ക് മനസ്സിലാവും. ഇതെന്താണ് എനിക്ക് മനസ്സിലായില്ല, അച്ഛൻ പറഞ്ഞെന്ന്. കുട്ടി നമ്മളെ ടീച്ച് ചെയ്യുന്നതിലൂടെ കുട്ടിക്കത് പഠിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുത്തൊരു അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക, അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക. അപ്പോൾ മുമ്പ് കാലത്തുള്ള ആളുകളൊക്കെ എന്താ ഡ്രസ്സ് ധരിച്ചിരുന്നത്? അവരൊക്കെ തൊലിയും ഇലയും ഒക്കെയായിരുന്നു ധരിച്ചിരുന്നത്. പിന്നീട് എന്താണ് ഉണ്ടായത്? പിന്നീടാണ് ഈ നൂൽക്കുന്ന നെയ്ത്ത് യന്ത്രങ്ങളും മെഷീനുകളൊക്കെ ഉണ്ടായത്, മറ്റേ ചർക്കയും സാധനങ്ങളൊക്കെ ഉണ്ടായത്. അങ്ങനെയാണ്.
പിന്നെ ഇപ്പം നമ്മളൊക്കെ ഇപ്പോൾ ധരിക്കണ പോലെ ഡിഫറെൻറ്റ് ഡ്രസ്സസ് ഉണ്ടായത് ഇതെങ്ങനെയാണ്? അത് പിന്നീട് യന്ത്രവൽക്കരണം ഉണ്ടായപ്പോൾ കൂടുതൽ വ്യവസായം ഉണ്ടായി, ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ടായി, മാൻ പവർ കുറച്ചുപയോഗിച്ചിട്ട് കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായി. കുട്ടി ഇങ്ങനെ തത്ത പറയണവർ ഇങ്ങോട്ട് പറഞ്ഞുതരും. അപ്പം നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചോ പറഞ്ഞാൽ അങ്ങനെ തീരുന്നല്ല, നമ്മൾ അസ്വസ്ഥനാവുന്നല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും നടക്കൂല. കൂടെ നിന്ന് പഠിപ്പിക്കുക. അല്ലിമൂഹും വഅദ്ദിബൂഹും എന്നാണ്. ഖൂ അൻഫുസക്കും വഅഹ്ലീക്കും നാറ എന്ന് പറഞ്ഞാൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അല്ലിമൂഹും വഅദ്ദിബൂഹും, നിങ്ങൾ അവരെ പഠിപ്പിക്കണം, നിങ്ങൾ അവർക്ക് അദബ് പകർന്നു കൊടുക്കണം. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം പറയാണോ ചെയ്ത്? ആണോ? അല്ലല്ലോ. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഫ്അലു ഹഖദ യഖൂലു ഹഖദ, അങ്ങനെ ഇന്ന കാര്യങ്ങൾ സഹാബത്ത് പറയാൻ. നബി ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു, നബി ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, നബി ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു എന്ന് സ്വഹാബത്ത് കണ്ടറിഞ്ഞ് പറയാണ്. അപ്പം എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയല്ല ചെയ്തത്, പലതും സ്വഹാബത്ത് നബിയിൽ നിന്ന് ടേക്ക് ചെയ്യാണ് ചെയ്തത്, പലതും സ്വഹാബത്ത് ചോദിക്കുകയാണ് ചെയ്തത്, ചിലതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പറയാണ് ചെയ്തത്. എല്ലാം ഇതിൻ്റെ ഭാഗമാണ്. പിന്നെ ചീത്ത, നമുക്ക് എല്ലാത്തിനും ചേർത്ത് വെക്കാൻ പറ്റുന്ന സാധനമാണ് ചീത്ത. മനസ്സിലായി? പഠിപ്പിക്കുമ്പോൾ നല്ലോണം ചീത്ത പറഞ്ഞാൽ എന്താ സംഭവിക്കാറിയോ? കുട്ടി മെൻ്റലി കൂടുതൽ സ്ട്രെസ്ഡ് ആവും. നമ്മൾ പഠിപ്പിക്കുന്ന സാധനം തീരെ ഗ്രാസ്പ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഉണ്ട്. കാരണം ഇനി അടുത്ത ചോദ്യം ചോദിക്കുമ്പോൾ കിട്ടിയില്ലെങ്കിൽ ഓടക്കോയിൽ മേത്ത് വിഗോലോ എന്നാണ് നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ ചിന്തിക്കുന്നത്. ആൻസറിനെ കുറിച്ച് ചിന്തിക്കേണ്ട സമയം പോലും നമ്മുടെ ദേഷ്യം എങ്ങനെയായിരിക്കും തീർക്കുക എന്നതിനെ കുറിച്ചായിരിക്കും ചിന്തിക്കേണ്ടാവുക. അതുകൊണ്ട് അവരുടെ പ്രായത്തിൽ അവർക്കുള്ള ബുദ്ധിയും ചിന്തയും അറിവും കഴിവൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ. നല്ലോണം പഠിക്കുന്ന കുട്ടീനെ നമുക്ക് പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടീകാരം. പക്ഷെ തീരെ പറഞ്ഞിട്ട് കയറാത്തോനെ എച്ച് ബെജ്ജനെ പഠിപ്പിച്ചാനേ അറിയും. ഓനെ പഠിപ്പിക്കലാണ് നിങ്ങളെ സ്കില്ല്. മറ്റേ നിങ്ങൾ പഠിപ്പിച്ചില്ല ഒരു ചുക്കും സംഭവിക്കില്ല. അവൻ ക്ലാസ്സിൽ നിന്ന് തന്നെ കേട്ട് പഠിച്ചിട്ട് അവൻ പരീക്ഷ എഴുതി ഫുൾ മാർക്ക് വാങ്ങും. ഇയാളെ പഠിപ്പിച്ചെടുക്കലാണ് സ്കില്ല്. ടീച്ചേഴ്സും അങ്ങനെ തന്നെയാണ്. ചില ക്ലാസ് റൂമിൽ കയറുമ്പോൾ എനിക്ക് ആ ചെങ്ങായുള്ള ക്ലാസ്സിൽ പോകാൻ തന്നെ തോന്നൂല. എന്തേ? ഓനൊന്നും അറിയില്ല. അത് പഠിപ്പിക്കാനാണ് നിങ്ങളെ ഏൽപ്പിച്ച്. പക്ഷേ ടീച്ചേഴ്സിനും ഇഷ്ടം പഠിക്കുന്നവരെയാണ്, പാരൻസിനും ഇഷ്ടം പഠിക്കുന്നവരാണ്. അപ്പോൾ ഈ പഠിക്കാത്ത ആൾക്കാരെ എന്ത് ചെയ്യും? അപ്പം അവിടെയൊക്കെ നമ്മൾ അയാളെ മനസ്സിലാക്കിയിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. ഇപ്പം മുതിർന്ന ആളുകളുടെ കമൻറ്റ് ചില വീഡിയോൻ്റെ താഴെ കാണാം. ഇതൊക്കെ ഒരു പൊതു സാധനം കേട്ടോ. മുതിർന്ന ആളുകളുടെ കമൻറ്റ് ചില വീഡിയോകളുടെ താഴെ കാണാം. മാത്തമാറ്റിക്സ് ഒക്കെ ഇങ്ങനെ പഠിപ്പിച്ചിരുന്നെങ്കിൽ നമ്മളും പഠിക്കുമായിരുന്നു. ചില ആൾക്കാർ പറയും അന്നിങ്ങനെ തന്നെ പഠിപ്പിച്ചിരുന്നു, പക്ഷെ അന്ന് എനിക്കത് വേണമെന്നില്ല എന്നൊക്കെ പറയും. ചിലതൊക്കെ കറക്റ്റുമാണ്. അന്ന് പഠിപ്പിക്കേണ്ട കോലത്തിലൊന്നല്ല പഠിപ്പിച്ചെന്ന്, അതും റെഡിയാണ്. അപ്പോൾ പഠിപ്പിക്കേണ്ട രീതിയിൽ പഠിപ്പിച്ചെന്നിരുന്നെങ്കിൽ എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് പാരൻസ് എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഉമ്മയുടെ കൂടെ ഉപ്പയുടെ കൂടെ മക്കൾക്ക് കിട്ടുന്ന സുവർണാവസരമാണ് ഈ സമയം. അത് നമ്മൾ നശിപ്പിക്കരുത്. അവർക്ക് നമ്മളെ കിട്ടുക എന്നുള്ളത്, നമുക്ക് അവരെ കിട്ടുക എന്നുള്ളത് ഒരു സുവർണാവസരമാണ്. അത് നമ്മൾ നശിപ്പിക്കാതെ ഇടപെടേണ്ട രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്ത് കുട്ടികൾക്ക് എന്താണോ ലഭിക്കേണ്ടത് അത് മനസ്സിലാക്കി ഇടപെടുക എന്നുള്ളതാണ് നമ്മളെല്ലാം ചെയ്യേണ്ടത്. വാശി കാണിക്കും, വികാരം പ്രകടിപ്പിക്കും, ഇതൊക്കെ ചെയ്യും. അവിടെ നമ്മൾ അവനെ ഒന്ന് ചേർത്ത് പിടിക്കുകയായിരിക്കും ചെയ്യേണ്ടി വരിക. അവൻ്റെ പ്രശ്നം നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്ന് അവനെ ബോധ്യപ്പെടുത്തലായിരിക്കും ചെയ്യേണ്ടി വരിക. അവരുടെ ഫ്രണ്ട്സിൽ ഇടപെടേണ്ടി വരും, അവരുടെ ടീച്ചേഴ്സിൽ ഇടപെടേണ്ടി വരും, മറ്റു കാര്യങ്ങളിൽ നമ്മൾ ഇടപെടേണ്ടി വരും. ഇതെല്ലാം നമ്മൾ ഇടപെടേണ്ടി വരും. അതെല്ലാം കണ്ടും അറിഞ്ഞും മനസ്സിലാക്കിയും നമ്മൾ ഇടപെടുന്നിടത്താണ് ഒരു പാരൻറ്റ് എന്ന നിലക്ക് നമ്മൾ ആ ഒരു റോള് ശരിക്കും നിർവഹിച്ചു പോരുന്നത്. ഒരു കുട്ടിക്ക് കിട്ടേണ്ട കുറേ വാല്യൂസ്, ആ വാല്യൂസ്, ടൈമിന് അവന് കൊടുക്കുന്ന ആ ഒരു ഗൗരവം, സാധനങ്ങൾക്ക് അവൻ കൊടുക്കുന്ന മൂല്യം, ഓരോരുത്തർക്കും അവൻ കൊടുക്കുന്ന വാല്യൂസ്, അതൊക്കെ നമ്മൾ ഉറപ്പിച്ചിട്ട് വേണം ഓരോന്നും. ഇപ്പോൾ മദ്രസയിലെ പുസ്തകങ്ങൾ പഠിപ്പിക്കുമ്പോൾ പോലും പാരൻസ് വിചാരിക്കൽ എന്താണ്? നല്ല മാർക്ക് വേണമെങ്കിൽ ഇത് പഠിച്ചോ എന്നാണ് പറയാം. അതിനല്ലത് മാർക്ക് കിട്ടും, നമ്മൾ അവനെ ശരിക്കും വിശ്വാസം പഠിപ്പിക്കണം വേണ്ടത്. ഞാൻ കുട്ടികളോട് തൗഹീദ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. കുട്ടികൾ പല ആൻസർ പറയും.
അപ്പം ഞാൻ പറയും, നിങ്ങൾ പല ആൻസർ പറയുമ്പോൾ എനിക്കുള്ള പേടി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടൂലല്ലോ എന്നുള്ള അല്ല, നിങ്ങളുടെ വിശ്വാസം ശരിയല്ലല്ലോ എന്നാണ്. തൗഹീദിന് ഒറ്റ ഡെഫിനിഷനുള്ളൂ. ആ ഡെഫിനിഷൻ നിങ്ങൾക്കറിയില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ തൗഹീദ് സ്വീകരിച്ചിട്ടില്ല എന്നാണ്. കാരണം ഈമാൻ കാര്യങ്ങൾ ഇൽമാണ് അല്ലേ? ഈമാൻ കാര്യം നിസ്കാരമല്ലല്ലോ, ഈമാൻ കാര്യം ഇൽമാണ്. അള്ളാഹുലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ കുറിച്ചുള്ള ഇൽമാണ്. മലക്കുകളിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ മലക്കുകളെ കുറിച്ചുള്ള ഇൽമാണ്. പ്രവാചകന്മാരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അവരിലുള്ള ഇൽമും അവരെ പിൻപറ്റലുമാണ്. അപ്പോൾ വിശ്വാസ കാര്യങ്ങൾക്ക് ഇൽമാണ്. അപ്പം ആ ഇൽമില്ലെങ്കിൽ ആളെ വിശ്വാസം ശരിയല്ല എന്നതിൻ്റെ അർത്ഥം. ഇപ്പം മദ്രസ പാഠപുസ്തകങ്ങൾ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഇതിലുള്ള കണ്ടന്റ് കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടോ? അള്ളാഹു എന്ന പാഠത്തിൽ നിന്ന് അള്ളാഹു ഏറ്റവും മേഴ്സിഫുള്ളാണ്, അള്ളാഹുവാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്, അവനാണ് നമുക്ക് ആശ്രയമായിട്ടുള്ളത്, അവനിലാണ് നമ്മൾ അഭയപ്പെടേണ്ടത്. ഇതൊക്കെ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടോ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കുട്ടിയോട് അള്ളാഹുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണം. ആരാണ് അള്ളാഹു? എവിടെയാണ് അള്ളാഹു? അള്ളാഹു എന്തൊക്കെയാണ് ചെയ്യുന്നത്? അള്ളാഹിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇതൊക്കെ ചോദിക്കുന്നതിലൂടെ കുട്ടിക്ക് ആൻസർ കിട്ടുന്നില്ലെങ്കിൽ എൻ്റെ പരീക്ഷ പൊട്ടും എന്നല്ല പറയണ്ടേ, ഓൻ ലൈഫിൽ പൊട്ടും. അപ്പോൾ ഓന് കറക്റ്റ് ആരാണ് അള്ളാഹു എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഇങ്ങനെ പഠിക്കേണ്ട ഓരോ കാര്യങ്ങളും കുട്ടി കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ദീനിയായിട്ട് നമ്മൾ ഓരോരുത്തരും നോക്കേണ്ട കാര്യം. മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മുടെ കുട്ടികൾ നന്നായി കഴിഞ്ഞാൽ ആൾക്കാർ പറയും, ഞാൻ ഓൻ്റെ കാര്യം നല്ലോണം ശ്രദ്ധിച്ചിരുന്നു. നമ്മളിങ്ങനെ പാരൻസ് മീറ്റിലൊക്കെ വരുമ്പോൾ പാരൻസിനോട് പറയും, കഴിഞ്ഞ പരീക്ഷയ്ക്ക് മാർക്ക് വളരെ കുറവായിരുന്നു, പക്ഷേ ഈ പരീക്ഷയ്ക്ക് ഓള് നല്ലോണം മാർക്ക് വാങ്ങിയിട്ടുണ്ട് പറയും. അപ്പോൾ പാരൻസ് പറയും, കഴിഞ്ഞ പരീക്ഷയ്ക്ക് എനിക്ക് ഓളൊപ്പം ഇരിക്കാൻ പറ്റിയില്ല, ഈ പരീക്ഷയ്ക്ക് ഞാൻ ഓളൊപ്പം ഇരുന്നീനി അറിയും. ഒന്നും വിട്ടുകൊടുക്കൂല, ഒക്കെ നമ്മളതാണ്. ഓള് പഠിച്ചൊന്നല്ല, ഞാൻ പഠിപ്പിച്ചതാണ്. സംഭവം നമ്മൾ പഠിപ്പിച്ച തന്നെ ഈ കാര്യം, പക്ഷേ ക്രെഡിറ്റ്സ് ഒക്കെ നമ്മൾ അവർക്ക് കൊടുക്കണം. എന്നാലേ അവർ ഞാനൊരു പഠിപ്പിയാണെന്ന ഒരു വിശ്വാസം ഉള്ളിലുണ്ടാവുമ്പോഴാണ് പിന്നെ പഠിക്കാൻ തോന്നുക. ഞാൻ ഇരുന്നിട്ടില്ല നീ കാണാൻ ഈ പൊട്ടിപ്പാളീസാവുനി എന്ന് പറയും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുട്ടികൾക്കുള്ള എല്ലാ ക്രെഡിറ്റ്സും നമ്മളതാണ് നമ്മൾ പറയും. എന്നാൽ ഇതേപോലെ തന്നെയാണ് കുട്ടികളുടെ കുറവിനും ഉത്തരവാദികൾ നമ്മളാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. കുട്ടികളുടെ നേട്ടങ്ങൾക്ക് മാത്രമല്ല കോട്ടങ്ങൾക്കും അതിൻ്റെ ഉത്തരവാദികൾ നമ്മളാണെന്ന് മനസ്സിലാക്കിയിട്ട് വഴിതെറ്റാതിരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കണം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്, ഇന്നിപ്പോൾ പരസ്പരം പ്രേമിച്ചാലും കുഴപ്പമില്ല, ഉമ്മ വച്ചാലും കുഴപ്പമില്ല. പാഠപുസ്തകത്തിൽ ചോദ്യപേപ്പറിലൊരു ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചണമെന്നറിയില്ല, ചോദ്യമാണ്. ഒരു കുട്ടി ഒരു ഫ്രണ്ട് മിസ്സായപ്പോൾ അവൾ സാഡായി, അവനെ മിസ്സായപ്പോൾ അവൾ സാഡാണ്, അവനാകട്ടെ അവൻ്റെ വേറെ ഒരു ഫ്രണ്ട് മിസ്സായപ്പോൾ അവനും സാഡാണ് എന്ന് പറഞ്ഞിട്ട് 2 പെൺകുട്ടി ഒരു ആൺകുട്ടി. എന്നിട്ട് ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ള കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഒരു കുട്ടി എഴുതിയത്, ഹേയ് വേർ ആർ യു, ഐ ലവ് യു, തിരിച്ച് ഐ ലവ് യു. ഇതാണ് എൻ്റെ ആൻസർ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൂടെ പോലും ഇത്തരം കാര്യങ്ങൾ കുട്ടികളുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. നിന്നെ മിസ്സായിട്ട് എനിക്ക് ഭയങ്കര മിസ്സിങ് ഫീൽ ചെയ്യുന്നുണ്ട്. ആ മിസ്സിങ് ഫീൽ ചെയ്യുമ്പോൾ അവർക്കിടയിൽ നടക്കുന്നൊരു കോൺവെർസേഷനാണ് ഫില്ല് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഇതൊന്നൊരു പ്രശ്നമല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവാണ്. ഇന്നിപ്പോൾ എന്നോടൊരു അധ്യാപകൻ പറഞ്ഞു, അയാൾ ഈ ആൺകുട്ടികളും ഒരുമിച്ച് താമസിക്കുന്ന കോളേജിൽ അവർ തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായപ്പോൾ കുട്ടിയെ, വളരെ പ്രായം കുറഞ്ഞൊരു കുട്ടിയെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തിനി പണി? അപ്പോൾ അവൻ ആദ്യമൊക്കെ പേടിച്ചു, പിന്നെ അവൻ പറഞ്ഞത്രേ ആദ്യ രാത്രി ഇനി. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത്. ഒരാണൊരു പെൺകുട്ടിയെ ഉമ്മ വെച്ചപ്പോൾ, അത് ചെറിയ ക്ലാസ്സിലെ കുട്ടികളൊക്കെ അത് ഭയങ്കര പ്രശ്നമാക്കിയപ്പോൾ ഒരുത്തം മധ്യസ്ഥം പറഞ്ഞത്രേ ഓനോളെ ഇഷ്ടമാണ്, അവളോട് ഉമ്മച്ചേ, ഇനിയിപ്പോൾ എന്താ കുഴപ്പം? ഇപ്പം നമ്മൾ പറയുന്ന ഈ ലിബറലിസവും LGBTQയും ഈ ജെൻഡർ ന്യൂട്രാലിറ്റിയും ഒക്കെ പുതിയ ജനറേഷൻ്റെ തലച്ചോറിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വേടൻ എന്ന് പറയുന്ന ഒരു പാട്ടുകാരനെ പർദ്ദയിട്ടിട്ട് ഉമ്മമാരൊക്കെ പാടെ കൂടി കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടൊരു ക്യാമ്പയിൻ നടത്തിയിരുന്നു. കെട്ടിപ്പിടി ക്യാമ്പയിൻ എന്ന് പേര് വെച്ചിട്ടില്ലെങ്കിലും
എവിടെ ചെന്നാലും പർദ്ദയിട്ട പെണ്ണുങ്ങൾ ഓനെ കെട്ടിപ്പിടിച്ച് സെൽഫി എടുക്കുന്ന പരിപാടിയായിരുന്നു ഉണ്ടായിന്. അപ്പം ഇതിലൂടെയൊക്കെ ബോധപൂർവ്വം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത് വളരെ മോശപ്പെട്ടൊരു കൾച്ചറാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളുടെ ദീനിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. മക്കൾ നന്നായി കിട്ടുക എന്നുള്ള വലിയൊരു തൗഫീഖാണ്. അതുകൊണ്ട് ഇബ്രാഹിം നബി നാട് വിട്ടു പോയിട്ട് അള്ള കൊടുത്ത നിഅമത്തായിട്ട് അള്ള പറഞ്ഞത് വഹബ്നാ ലഹു ഇസ്ഹാഖ വയഅഖൂബ നാഫില വകുല്ലൻ ജഅൽനാ സാലിഹീൻ. ഇബ്രാഹിം നബിയുടെ നാട്ടുകാരും രാജാവൊക്കെ പുറത്താക്കിയെങ്കിലും ഇബ്രാഹിം നബിക്ക് ഞാൻ സഹായം കൊടുത്തു. ഇബ്രാഹിം നബിക്ക് ഞാൻ ഇസ്ഹാക്കിനെ കൊടുത്തു, പേരക്കുട്ടി യഅഖൂബിനെ കൊടുത്തു. വകുല്ലൻ ജഅൽനാ സാലിഹീൻ, എല്ലാവരെയും ഞാൻ സ്വാലിഹീങ്ങളാക്കി എന്ന് അള്ളാഹ് ഇബ്രാഹിം നബിക്ക് കിട്ടിയ വലിയ നിഅമത്തായിട്ട് പറയാണ്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് എല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ കുട്ടിയില്ലാത്തതിൻ്റെ പേരിൽ ഫഹബിലി മില്ലദുൻക വലിയ, എനിക്കൊരു കുഞ്ഞിനെ തരണേ എന്നാണ് പ്രാർത്ഥിച്ചത്. വെറും കുഞ്ഞല്ല, യരിസുനി വ യരിസു മിൻ ആലി യഅഖൂബ വജഅൽഹു റബ്ബി റദിയ, ഞങ്ങളുടെ പ്രവാചകത്വത്തിൻ്റെ അനന്തരമെടുക്കുന്ന കുഞ്ഞായിരിക്കണം, നിനക്ക് തൃപ്തിപ്പെട്ട കുട്ടിയായിരിക്കണം. മനസ്സിലായില്ല? അതുകൊണ്ട് പണ്ഡിതന്മാർ ഇബാദുർ റഹ്മാൻ്റെ പ്രാർത്ഥന അല്ലേ, റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വ ദുർരിയതിന ഖുർറത അയ്യുൻ. ആ ആയത്തിനെ വ്യാഖ്യാനിച്ച് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, കുട്ടികളിൽ എന്തുണ്ടാകട്ടെ, അക്കാഡമിക്കലി നല്ല ഉയർന്ന കുട്ടിയാണ്, നല്ല എല്ലാ സ്കില്ലും ഉണ്ട്, ഒക്കെ റെഡി, പക്ഷെ കുട്ടിക്ക് വേണ്ട ധാർമ്മിക ബോധമില്ല, കുട്ടിക്ക് വേണ്ട പിന്നെ അച്ചടക്കമില്ല, മര്യാദയില്ല, ആദാബുകളില്ല, പുതിയ എല്ലാ ട്രെൻഡും പേറി നടക്കുന്ന ആളാണ് എങ്കിൽ ഖുർറത്ത് ഐൻ കിട്ടൂല എന്നാണ്. ഖുർറത്തു ഐന് കിട്ടാൻ ഏറ്റവും നല്ല വഴി ദീനാണ്. ദീനിലൂടെ അല്ലാതെ ഒരു കുഞ്ഞിൽ ഖുർറത്തു ഐൻ നിങ്ങൾക്ക് കിട്ടൂല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞ മുഖവുര മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കുട്ടികൾ നന്നായി വരാൻ വേണ്ട ദീനിയായ കാര്യങ്ങൾ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. കാരണം ഭൗതികമായ മോട്ടിവേഷൻസ് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് അല്ലേ? കുട്ടികൾക്ക് എല്ലാത്തിനും വേണ്ട മോട്ടിവേഷൻസ് എമ്പാടും കിട്ടുന്നുണ്ട്. കുട്ടികൾ തന്നെ ഏറ്റവും നല്ല കാഴ്ചപ്പാടുള്ള കുട്ടികളപ്പോൾ ഭാവിയിൽ ഞാൻ എന്താകണം എന്നൊക്കെ നല്ല കാഴ്ചപ്പാടുള്ള കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്നല്ല, പക്ഷേ നമ്മൾ ഒരു പടി ഒന്നും കൂടെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം കുട്ടികളുടെ ദീനീ വിഷയത്തിലാണ്. അതിൽ ആധിയുമല്ല, ശ്രദ്ധയാണ് വേണ്ടത്, ജാഗ്രതയാണ് വേണ്ടത്. ഏറ്റവും പ്രധാനമായിട്ട് കുട്ടികൾക്ക് നല്ല കുറേ ടൈം കൊടുക്കുക എന്നുള്ള, അല്ല ക്വാളിറ്റി ടൈം കൊടുക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇരിക്കുന്നത് അരമണിക്കൂറാണെങ്കിലും 1 മണിക്കൂറാണെങ്കിലും അതിലൂടെ കുട്ടികൾക്ക് യഥേഷ്ടം പറയാനും കുട്ടികളെ നമുക്ക് കേൾക്കാനും കുട്ടികളെ മനസ്സിലാക്കാനൊക്കെ നമുക്ക് പറ്റണം. തട്ടിയോ? വണ്ടി തട്ടിയോ? ഇല്ലല്ലോ, തട്ടിയില്ലല്ലോ. വിട്ടാളി, ശ്വാസം വിട്ടാളി. ഗേറ്റ് ശ്രദ്ധിക്കണോ, പരക്കം പോയേനെ. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ ക്വാളിറ്റി ടൈം കൊടുക്കുക, കുട്ടികളെ നമ്മൾ കേൾക്കുക, കുട്ടികളെ നമ്മൾ മനസ്സിലാക്കുക, കുട്ടികളുമായിട്ട് ആശയവിനിമയം നടത്തുക എന്നുള്ളതാണ്. കുട്ടികളിങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ ഒരുപാട് സംഗതികൾ അതിന് നമുക്ക് കിട്ടും. എല്ലാം കൂടെ കയറിയിട്ട് തിരുത്തണ്ട, കേട്ട് മനസ്സിലാക്കി അവസരങ്ങൾക്കനുസരിച്ച് തിരുത്തുക. പ്രോത്സാഹിപ്പിക്കേണ്ടത് പ്രോത്സാഹിപ്പിക്കുക, തിരുത്തേണ്ടടുത്ത് തിരുത്തുക. പക്ഷെ നമ്മൾ കുട്ടികളെ കേൾക്കണം, അവരോട് സംസാരിക്കണം. ഇന്നത്തെ ജനറേഷൻ എന്ന് പറയുമ്പോൾ ഇന്ന് അവർ വേറെ ലോകത്തും നമ്മൾ വേറെ ലോകത്തുമാണ്. അതുകൊണ്ട് പാരൻസ് സംസാരിക്കണം എന്നുള്ളതാണ്. അതാണ് മറ്റേ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് ഖുർആൻ പറഞ്ഞില്ലേ, ഏറ്റവും നല്ല ഹിക്മത്തുള്ള ആളാണ് ലുഖ്മാൻ. ഏറ്റവും നല്ല ഹിക്മത്തുള്ളത് കൊണ്ടാണ് ദാവൂദ് നബി ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ് സ്വന്തം മകൻ സുലൈമാനെ പഠിപ്പിക്കാൻ ഏൽപ്പിച്ചത്. അതുകൊണ്ട് ദാവൂദ് വിധിച്ചത് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും വിധിച്ചിട്ട് അവകാശം. അങ്ങനെയാണ് ഒരു ഉമ്മാൻ്റെ 2 കുട്ടികൾ അല്ലേ, ഒരാൾ ചെന്നായി പിടിച്ചുകൊണ്ടായി, ഒരു കുട്ടി ബാക്കിയായി. അപ്പോൾ ആരതാണ് കുട്ടി എന്ന വിഷയത്തിൽ രണ്ടാളും തർക്കിച്ചു. അതിൽ മുതിർന്ന സ്ത്രീ കുറച്ചും കൂടെ ആക്ട് ചെയ്തു. ദാവൂദ് നബി മുതിർന്ന സ്ത്രീക്ക് വിധിച്ചു. അവരിങ്ങനെ കരഞ്ഞു വരുമ്പോൾ സുലൈമാൻ നബി കണ്ടു. അപ്പോൾ ചോദിച്ചു, എന്തേ പ്രശ്നം? ചോദിച്ചു, ഇങ്ങനെയാണ് പ്രശ്നം പറഞ്ഞ്. അപ്പോൾ പ്രായം കുറഞ്ഞ പെണ്ണ് പറഞ്ഞത് എൻ്റെതാണ് കുട്ടി പറഞ്ഞു. അപ്പോൾ സുലൈമാൻ നബി ദാവൂദ് നബിയുടെ പെർമിഷനോട് കൂടെ ഒന്നും കൂടെ അത് വിധിക്കുകയാണ്.
എന്നാൽ പിന്നെ രണ്ടാൾക്കും സങ്കടം വേണ്ട, കുട്ടീനെ പകുതി മുറിക്കാറ്, പകുതി ഇങ്ങക്കും തരാം പകുതി ഇങ്ങക്കും തരാറുണ്ട്. അപ്പോൾ ആ പ്രായം കുറഞ്ഞ പെണ്ണ് പറഞ്ഞു വേണ്ട ഓരെന്നെടുത്തോട്ടെ പറഞ്ഞു. അപ്പോൾ സുലൈമാൻ നബിക്ക് മനസ്സിലായി ഒറിജിനൽ പാരന്റ് ഈ പ്രായം കുറഞ്ഞ സ്ത്രീയാണ്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് നൽകപ്പെട്ട ഹിക്മത്തും അറിവും അനുസരിച്ച് വിധിച്ചതിൽ അദ്ദേഹം നടത്തിയ അന്വേഷണത്തിൽ ചെറിയ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലായി. ദാവൂദ് നബി കുറ്റക്കാരനല്ല. കാരണം ആ ചരിത്രം പറയുന്നിടത്ത് തന്നെ ഖുർആൻ അങ്ങനെ പ്രത്യേകം പറയേണ്ടത് എല്ലാവർക്കും നാം നൽകിയ ഇൽമും ഹിക്മത്തും അനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന് അവിടെ പറയുന്നതോടുകൂടെ ദാവൂദ് നബി അതിൽ നിന്ന് പാപമുക്തനാണ്. പക്ഷെ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് അത്രയും വലിയ ഹിക്മത്തുണ്ടാകാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഗുരു ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമായിരുന്നു. അതുകൊണ്ട് ദാവൂദ് നബി ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും, ഇരുമ്പോണ്ട് കുറേ പടക്കുപ്പായതൊക്കെ ഉണ്ടാക്കുമ്പോൾ ലുഖ്മാൻ അങ്ങനെ നോക്കി നിൽക്കും, ഒന്നും ചോദിക്കൂല. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് ലുഖ്മാൻ താങ്കൾ ഒന്നും ചോദിക്കാത്തത്? ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഓരോന്നും ചോദിക്കലുണ്ട്, എന്താണ് താങ്കൾ ചോദിക്കാത്തത് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇത് കണ്ടാൽ മനസ്സിലാകുന്ന ഒരു കാര്യം പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. കണ്ടാൽ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യം പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹിക്മത്ത്. അദ്ദേഹം നല്ല ഹിക്മത്തുള്ള ആളായിരുന്നു എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ആ ഹിക്മത്തുള്ള ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം മകനെ ഉപദേശിച്ചത് ഖുർആനിലുണ്ട് അല്ലേ? വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇദുഹു യാ ബുനയ്യ ലാ തുശ്രികു ബില്ലാഹ്, പൊന്നുമോനെ നീ അള്ളാഹുവിൽ പങ്കു ചേർക്കല്ലേ, അത് ഏറ്റവും വലിയ ദുൽമാണ്. അപ്പം അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ തമ്മിൽ ഉണ്ടെങ്കിൽ ആ വിളി തന്നെ യാ ബുനയ്യ എന്നാണ്. അത് സ്നേഹത്തോടുകൂടെ വാത്സല്യത്തോടു കൂടെയുള്ളൊരു വിളിയാണ്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മക്കളും നമ്മളും തമ്മിൽ നല്ലൊരു റിലേഷൻ ഉണ്ടാകും. പിന്നെ മക്കൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവർ നമ്മളോട് വന്നിട്ടാണ് പറയുക. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, ഇത് ഖാല യൂസുഫ് ലി അബീഹി യാ അബതി ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ, അല്ലേ ഉപ്പ ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു എന്ന് ഉപ്പൻ്റെ അടുത്ത് പോയിട്ടാണ് പറഞ്ഞ്. കാക്കാരുടെ അടുത്ത് പോയി പറയാതെ ഉപ്പാൻ്റെ അടുത്ത് പോയിട്ടാണ് പറഞ്ഞ്. അതാണ് ഉപ്പയും മകനും നമ്മുടെ റിലേഷൻ. അതുകൊണ്ടാണ് മകൻ മിസ്സായി വർഷങ്ങൾക്കിപ്പുറം യൂസുഫിൻ്റെ ഡ്രസ്സ് കൊണ്ടുവന്ന് യാക്കൂബിൻ്റെ മുഖത്തിട്ടപ്പോൾ ഇന്നി അജിദു റീഹ യൂസുഫ് എന്ന് പറഞ്ഞത്. ഈ കുപ്പായത്തിൽ യൂസുഫിൻ്റെ സ്മെല്ലുണ്ട്. നമുക്ക് നമ്മുടെ മക്കളുടെ സ്മെല്ല് അറിയോ? ഈ കുപ്പായത്തിന് യൂസുഫിൻ്റെ സ്മെല്ലുണ്ട്. ഓരോ മനുഷ്യന്മാർക്കും ഡിഫറെൻ്റ് സ്മെല്ലാണെന്ന് പറയുന്നത്. എല്ലാ നിലക്കും ആ ഒരു വ്യത്യാസം എന്നുള്ളത് ആ സ്മെല്ലിനകത്തുണ്ട് ആ വ്യത്യാസം എന്നാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഏതൊരു ചങ്ങായി മറ്റേ മരിച്ചുപോയ ആൾക്കാരുടെ സ്മെല്ലിൽ അത്ര ഉണ്ടാക്കി കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അപ്പോൾ അത്രയും വലിയ ബന്ധമായിരുന്നു യാക്കൂബ് നബിയും മകൻ യൂസുഫ്. അതെങ്ങനെയുണ്ടാണ്? നിരന്തരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. നമ്മൾ അവരോട് സംസാരിക്കാതെ എങ്ങനെയാണ് അവരാരാണ്, എന്താണ്, എങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റുക? ഒരിക്കലും അറിയാൻ പറ്റൂല. ഇപ്പോൾ പല കുട്ടികളും ഇൻസ്റ്റാഗ്രാമിൽ പല ഫ്രണ്ട്സുമായിട്ട് ചാറ്റ് ചെയ്തിട്ട് അത് വളരെ മോശമായ ബന്ധങ്ങൾ എത്തിയിട്ട് നമ്മുടെ പാരൻസിനെ വിളിച്ച് സംസാരിക്കുമ്പോൾ അങ്ങനെ ഉണ്ടോ, എനിക്കറിയില്ലേനിട്ടെന്നാൽ എന്ന് പറയുന്ന സാധുക്കളുണ്ട്. എന്നാൽ ഒരിട്ടം വീണാൽ പിന്നെ ശ്രദ്ധിക്കില്ല, അടുത്ത് തുടങ്ങിയിട്ട് പോലും അറിയണില്ല. അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടാണ്? അതാ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കൊണ്ടാണ്. അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ അവരുടെ പെരുമാറ്റത്തിലും അവരുടെ ഇടപെടലുകളിലും ഒക്കെ അത് കാണും, ആ ഒരു മാറ്റം. മനസ്സിലായില്ലേ? ഒരു മാറ്റമില്ലാതെ ഒരിക്കലും നമുക്ക് അങ്ങനത്തെ ഒരു കാര്യം കൊണ്ടുനടക്കാൻ കഴിയൂല. സ്വകാര്യമായിട്ടൊരു കാര്യം കൊണ്ടുനടക്കുന്നുണ്ടെങ്കിൽ അതയുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും ഇടപെടലിലും കമ്മ്യൂണിക്കേഷനിലൊക്കെ അതിൻ്റെ മാറ്റം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പ്രശ്നം പാരൻസും മക്കളും തമ്മിൽ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പിന്നെ പലരും സൂയിസൈഡാണ് അല്ലേ. ഭയങ്കര ധൈര്യശാലികളാണെന്ന കുട്ടികളെ പറയൽ സാധാരണ. എന്താ പോലെയൊക്കെ തണ്ട് എന്നൊക്കെ പറയും. പക്ഷെ 5 പൈസക്കുള്ള ധൈര്യമല്ല. ആ ബാഗി ജീൻസിൻ്റെ ലൂതർ തന്നെ ഉള്ളൂ. ഉള്ളിൽ പച്ച പാവാണ്. മനസ്സിലായില്ലേ? ഞാനൊരിക്കൽ ട്രെയിനിൽ പോകുമ്പോൾ ഈ പറയപ്പെട്ട പ്രായത്തിൽ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. അവർ കാലും തൂക്കിയിട്ടിങ്ങനെ ഇരുന്നു. ഒരുത്തൻ്റെ കാല് പ്ലാറ്റ്ഫോമിൽ തട്ടിയിട്ട് ഓൻ്റെ ചെരുപ്പ് പോയി കാലിൻ്റെ ഒരു ഭാഗം കണ്ട് പൊളിഞ്ഞ്. അത് കണ്ടിട്ട് വേറെത്തും ബോധം കെട്ട് വീണ്. ഇവനാണെങ്കിൽ ആർപ്പോട് ആർപ്പ്. ഇവർക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നും അറിയില്ല. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് സംഭവം ഈ കാണുന്ന മുടിയും ഈ കാണുന്ന പാൻറ് തന്നെ ഉള്ളൂ എന്നുള്ളത്. മനസ്സിലായില്ലേ? പലരും അവരുടെ ജീവിതത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യാണ്.
കാരണം ഒറ്റക്കാണ്, ഒരു ലോൺനെസ് അവർക്ക് ഫീൽ ചെയ്യണം. അവർക്ക് ഫാമിലി ഉണ്ട്, കുടുംബ വീടുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും അവർക്ക് അവരുടെ ഫീലിനെ ടച്ച് ചെയ്യാൻ ഒരാളില്ല, അവരുടെ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ പറയാൻ ആളില്ല, അവൻ കുടുങ്ങിക്കിടക്കുന്നിടത്ത് അവനെ ഒന്ന് താങ്ങിപ്പിടിക്കാൻ ഒരാളില്ലാത്ത ഒരു ലോൺനെസ് അവർ അനുഭവിക്കുന്നുണ്ട്, ഒരു ഏകാന്തത അനുഭവിക്കുന്നുണ്ട്. നമ്മൾ ഉണ്ടായിരിക്കെ തന്നെ ഇപ്പോൾ ഒരു ആൾ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഇവക്കുള്ള ഒരു കുട്ടീനെ കുറിച്ച് പറഞ്ഞത് വെച്ചാൽ ഇവക്കുള്ള പണി ഓരോ ബോയ്സിന് അവളുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാം. ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളിലാണുള്ളത്, എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്, അയാൾ ഇന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇയാൾ ഇന്നെ എങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവളുടെ പ്രശ്നങ്ങൾ എവിടെയോ കിടക്കുന്ന ആൾക്കാരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇവർക്കൊണ്ട് ഉമ്മയും ബാപ്പിയും. അതുകൊണ്ട് ഏറ്റവും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ തമ്മിൽ നടത്തിക്കൊണ്ടു പോവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിനുള്ള തെളിവുകളായിട്ടാണ് ഞാൻ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും യാഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഒക്കെ ചരിത്രം പറഞ്ഞത്. സൂറത്ത് അൽ-ബഖറയുടെ 132 ആയത്തിൽ ഇബ്രാഹിം നബിയുടെ യാഖൂബ് നബിയുടെ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ മരണം വരെ നിലനിർത്തിക്കൊണ്ടുപോയത് അള്ളാഹ് പറയുന്നുണ്ട്. വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയാഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് കേട്ടോ എന്ന് യാഖൂബ് നബിയും ഇബ്രാഹിം നബിയും സ്വന്തം മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു എന്നുള്ളതാണ്. വസിയത്തുകളാണ്. ഇവിടുന്ന് അങ്ങോട്ടുള്ള ആയത്തുകളൊക്കെ വസിയത്താണ്. അപ്പോൾ അവരുടെ ജീവനുള്ള കാലത്ത്, യൗവനത്തിൻ്റെ കാലത്ത്, അവരുടെ മരിക്കുന്ന ആ സമയത്ത് വരെ മക്കൾക്ക് കൊടുക്കേണ്ട എല്ലാ വസിയത്തുകളും, സ്വഹാബത്തിൻ്റെ ചരിത്രമൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മക്കൾക്ക് കൊടുത്ത വസിയത്തുകൾ കിട്ടും. സ്വഹാബത്ത് മക്കൾക്ക് കൊടുത്ത വസിയത്ത്, ഓരോ വസിയത്ത് ഓരോ ഖുത്ബ പറയാണ്ട്, അത്രയും ആശയസമ്പുഷ്ടമായ വസിയത്തുകൾ കൊടുത്ത് അത് മക്കൾ നെഞ്ചേറ്റി അത് പിൽക്കാലത്തുള്ള ആളുകൾക്ക് മക്കൾ കൈമാറി. എൻ്റെ ഉപ്പ എനിക്ക് തന്ന വസിയത്താണ് എന്ന് പറഞ്ഞിട്ട് അത്രയും നല്ലൊരു റിലേഷൻ ഉപ്പയും ഉമ്മയും തമ്മിൽ മക്കൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു ആശയവിനിമയം നടക്കണം. ഇന്നത്തെ കാലത്ത് നഷ്ടപ്പെട്ടു പോകുന്നത് അതാണ്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അടിസ്ഥാന വിശ്വാസം നമ്മൾ പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. ക്ലാസ്സുകളായിട്ടും ക്യാമ്പുകളായിട്ടും നമ്മളിലൂടെ ആയിട്ടുമൊക്കെ അടിസ്ഥാന വിശ്വാസം പകർന്നു കൊടുക്കുക. കാരണം പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മതവും സത്യമാണ്, സർവമത സത്യവാദം, ഖുർആൻ വെച്ചുകൊണ്ടുള്ള ദുർവ്യാഖ്യാനങ്ങൾ, നബിക്കെതിരെയുള്ള ആരോപണങ്ങൾ, സംശയങ്ങൾ ജനിപ്പിക്കുന്ന കുറേ സാധനങ്ങൾ. ഇന്നിപ്പോൾ ക്യാമ്പസിൽ ഏഷ്യാനെറ്റിൻ്റെതാ തോന്നുന്നുണ്ട്, ക്യാമ്പസിലൊക്കെ ഇറങ്ങിയിട്ട് കുട്ടികളോട് ഇങ്ങനെ പറയാം. അപ്പോൾ പെൺകുട്ടികൾ പറയാണ്, ഈ പെൺകുട്ടികൾ 10-20 വയസ്സാകുമ്പോഴേക്ക് സ്വന്തം വീട്ടിൽ നിന്ന് പറിച്ച് നട്ടിട്ട് ഭർത്താവിൻ്റെ നാട്ടിൽ പോയിട്ട് നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവാണ്. അവർക്ക് അനുഭവിക്കുന്ന ടെൻഷൻ എത്രയായിരിക്കും അല്ലേ? ഉമ്മനെയും ഉപ്പനെയും വേർപിരിയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എത്രയായിരിക്കും? ഉമ്മാക്കുപ്പാക്കും എത്ര ബുദ്ധിമുട്ടായിരിക്കും? അതുകൊണ്ട് ആണുങ്ങൾ ഇങ്ങോട്ട് വരട്ടെ. അപ്പോഴും ഉണ്ടാവില്ലേ ആണിനുള്ളൊരു ഉമ്മയും വാപ്പിയും അല്ലേ? ഞാനിത്രേ കമൻ്റ് അടിച്ചുള്ളൂ. നിങ്ങളെ പരിയിൽ തന്നെ എക്കാലത്ത് നിൽക്കണം, നിങ്ങളമ്മാർക്കും കൂടി അഭിപ്രായം ഉണ്ടോയെന്ന് അത്രമാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ. ഓൽക്കോല പരിയിൽ തന്നെ നിൽക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ പോലും ഉമ്മ വിചാരിക്കണേ കെട്ടിച്ചു വിട്ടാരെങ്കിലും പണിയൊക്കെ ഒന്ന് എടുത്ത് നേരത്തൊക്കെ ഒന്ന് എണീറ്റ് എന്നും കുളിച്ച് വല്ലൊക്കെ തേച്ച് സാറായി വന്നോളും എന്നുള്ള പ്രതീക്ഷയിലാണ് ഉമ്മ ഉള്ളത്. എന്നാലെങ്കിലും ഒന്ന് ഓളോളതൊന്ന് അലക്കോന്ന് നോക്കട്ടെ, സ്വന്തമായിട്ട് തിന്ന പാത്രം ഒന്ന് കഴുകി വെക്കുമെന്ന് നോക്കട്ടെ എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് ഉമ്മ ഉള്ളത്. അപ്പോഴാണ് ഓല് പറയണേ നമുക്ക് നമ്മുടെ പരിയിൽ തന്നെ നിൽക്കണം. അപ്പോൾ ഇതൊക്കെയാണ് അല്ലേ, വിവാഹം കഴിക്കേണ്ട ആവശ്യമില്ല, ലിവിങ് ടുഗെദർ, അതാണ് കുറച്ചും കൂടെ കംഫർട്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ പെട്ടെന്ന് കണ്ട് അറിഞ്ഞ് കല്യാണമാക്കി മാറ്റുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നേരത്തെ പരിചയപ്പെട്ട് പോരുന്നതാണ് നല്ലത് എന്നിങ്ങനെയൊക്കെ പറയുന്ന ഇതൊക്കെ കുട്ടികൾ കേൾക്കുകയാണ്. ഇപ്പോൾ ഡൈവേഴ്സായ ഒരു പെണ്ണിന് പണി എന്താ വെച്ചാൽ കേരളത്തിലെ മുഴുവൻ ഡൈവേഴ്സായ പെണ്ണുങ്ങളെയും കൂട്ടിയിട്ട് ടൂർ പോവുക. അടുത്ത ബാച്ച് പോകാൻ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ വേറൊരു കണ്ടെത്തലുകൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്തരം മീറ്റപ്പുകളിലൂടെ ഡ്രഗ്സിൻ്റെ വിതരണങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് പുതിയ കണ്ടെത്തലുകൾ. അത് പോട്ടെ, അതിക്ക് നമ്മൾ പോകണില്ല. അപ്പം ഇതിലൂടെ ഓരോ അനുദിനം ഓരോന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. മൂല്യങ്ങൾ ചോർത്തിക്കളയാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ്.
ഇസ്ലാമുമായിട്ട് നേരിട്ട് ഫൈറ്റ് ചെയ്യാൻ കെൽപ്പില്ലാത്തതുകൊണ്ട് തന്നെ ഇവർ കണ്ടെത്തിയത് മുസ്ലിങ്ങളെ മുഴുവൻ ദുനിയാവും കൂടെ വിടാന്നാണ്. എന്നാൽ പിന്നെ അയിമക്കൂടെ പോയിക്കോളും, ദീനിക്ക് പോകൂല എന്നാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും പാൻറ്റും കുപ്പായും ഇട്ട് ഒരു ഷോൾ ഇട്ട് ഇങ്ങനെ നടക്കണുണ്ടല്ലേ, ഒക്കെ മാപ്പിള കുട്ടികളാണ്. കല്യാണത്തിന് പുതിയണ്ണിൻ്റെ ചങ്ങാഴ്ചയാൾ വരും, വരുന്നുണ്ടോ, എന്നാ ഞാൻ പോരാ, അസ്സലാമു അലൈക്കും എന്ന് പറയേണ്ട അവസ്ഥയാണ്. എന്തേ? അതൊക്കെയാണ് ഇപ്പോൾ വലിയൊരു സംഭവം. അത് ബോധപൂർവമായിട്ടൊരു ശ്രമമാണ്. ഏത്? മുസ്ലിമീങ്ങളെ നേരിട്ട് ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് മുസ്ലിമീങ്ങളുടെ ഇസ്ലാമിൻ്റെ മൂല്യങ്ങളെ ചോർത്തിക്കളയുക എന്നുള്ളതാണ്. അതുകൊണ്ട് സൂംബ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ എന്താ ഇപ്പോൾ സൂംബ അടിച്ച കുഴപ്പം? ഇത് മുസ്ലിങ്ങൾ തന്നെ ചോദിച്ചില്ലേ? അവിടെയാണ് അവരുടെ വിജയം. അതുകൊണ്ട് മൂല്യങ്ങൾ ചോർത്തിക്കളയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ റീൽസിലൂടെയും ഷോർട്സിലൂടെയും ഒക്കെ ഇന്ന് നടക്കുമ്പോൾ അവിടെ ഖുർആനും സുന്നത്തും പറഞ്ഞത് സത്യമാണ്. വമൻ അസ്ദഖു മിനല്ലാഹി ഖീല, അല്ല പറഞ്ഞതിനേക്കാൾ സത്യസന്ധമായ വാക്കു പറഞ്ഞവൻ ആരാണുള്ളത്? ഖുർആൻ സത്യമാണ്, പ്രവാചകൻ സത്യമാണ്, പരലോകം സത്യമാണ്, അള്ളാഹു ഉണ്ട് എന്നുള്ള സത്യമാണ്. ഇത് കറക്റ്റ് കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്ന നബി എങ്ങനെ ചെയ്തത്? മഹാനായ ജുന്ദുബ് എന്ന് പറയാം, തഅല്ലമനൽ ഈമാൻ ഖബ്ല അൻ നതഅല്ലമൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിക്കും മുമ്പ് ഈമാൻ പഠിപ്പിച്ചു തന്നു. ഇപ്പോൾ ചെറുപ്പം മുതൽക്കേ നമ്മൾ അള്ളാഹിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. 7 വയസ്സ് പ്രായമുള്ളപ്പോൾ ഇബ്നു അബ്ബാസിന് നബി കൊടുത്ത ഉപദേശം, യാ ഗുലാം, പൊന്നുമോനെ, ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, നിനക്ക് ഞാൻ ചില വാക്കുകൾ പഠിപ്പിച്ചു തരാം. എന്താണ് ആ വാക്കുകൾ? ഇഹ്ഫദില്ലാ യഹ്ഫദുക, നീ അള്ളാഹിനെ സൂക്ഷിച്ച അള്ള നിന്നെ സൂക്ഷിക്കും. നമ്മളെ ഹൃദയത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ പറയുക? നമ്മളെ ഹൃദയം അള്ള ഉണ്ടാക്കുമ്പോൾ തന്നെ അള്ളാഹിനെ അംഗീകരിക്കാൻ പറ്റിയ കോലത്തിലാണ് ഉണ്ടാക്കിയത്. മനസ്സിലാണ്ടല്ലോ? അതുകൊണ്ടാണ് പോപ്പ് ഗായകന്മാരും ബോളിവുഡ് നടന്മാരും ഒക്കെ ഇസ്ലാം സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഹൃദയത്തെ അള്ള ഉണ്ടാക്കിയത് അള്ളാഹിനെ അംഗീകരിക്കാൻ പറ്റിയ ട്യൂണിലാണ്. നമ്മളിപ്പോൾ ഒരു റോബോട്ട് ഉണ്ടാക്കി, നമ്മൾ സെറ്റ് ചെയ്ത പ്രോഗ്രാം ചെയ്തതിനനുസരിച്ചല്ലേ അത് വർക്ക് ചെയ്യുള്ളൂ. ഇതുപോലെ അള്ള പ്രോഗ്രാം ചെയ്തിട്ടാണ് നമ്മളൊക്കെ വിട്ട് നമ്മളെ കുട്ടികളെയും. അതുകൊണ്ട് ഈ വിശ്വാസത്തൊക്കെ ചെറുപ്പം മുതൽക്കേ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ മാറ്റം വരുത്താൻ ഒരാൾക്കും കഴിയൂല. മനസ്സിലാണ്ടല്ലോ? അതവിടെ ഉറക്കും. കാരണം ഈമാനിനെതിരെ ആര് പരിശ്രമിച്ചാലും അവർ തോൽക്കും. കാരണം അള്ള പറഞ്ഞതാണ്, യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി. അതുകൊണ്ട് ഞമ്മക്കൊരു ധൈര്യം ചോർന്നു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മനസ്സിലാവൂലേ, കുട്ടികൾക്കൊന്നും ഇത് ഉൾക്കൊള്ളാൻ കഴിയൂലേ, അതൊന്നും വിചാരിക്കേണ്ട. കഴിയും. ഉൾക്കൊള്ളാൻ കഴിയാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. അവരെ ജനറേഷനിലുള്ള കുട്ടികൾ തന്നെ പലതിൽ നിന്നും മാറി വന്ന സംഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അതൊരു പ്രായത്തിൻ്റെ ജ്വരത്തിലാണുള്ളത്. അതുകൊണ്ട് അവർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്താൽ മനസ്സിലാകും. അതുകൊണ്ട് ഈമാൻ കൃത്യമായിട്ട് പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ മദ്രസ വിഷയങ്ങൾ ഇമ്പോർട്ടൻ്റ് ആവണത് അവിടെയാണ്. ഷംസീർ സ്പീക്കർ, ബഹുമാനപ്പെട്ട സ്പീക്കർ റളിയല്ലാഹു അൻഹു പറയണ്ടല്ലോ അല്ലേ, മൂപ്പര് പറഞ്ഞ് രാവിലെ നല്ല ക്വാളിറ്റി ടൈം സ്കൂളിന് കൊടുക്കി, ബാക്കി മദ്രസ വേണേ പിന്നെ പഠിപ്പിച്ചോളീൻ. മനസ്സിലായില്ലേ? എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും എത്ര അക്കസംഖ്യ ഉണ്ടെങ്കിലും ദീനില്ലേ, കഴിഞ്ഞില്ലേ? അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി, എൻ്റെ ദീനിനെ നീ നന്നാക്കിക്കൊണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളുടെയും അവലംബമാണ് എൻ്റെ ദീന്. നമ്മുടെ എല്ലാ കാര്യങ്ങളുടെയും അവലംബം ദീനാണ്. ദീനില്ലേ, നമ്മൾ ഇന്ന് കേൾക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുള്ള കാരണം ദീനില്ലാത്തതാണ് അല്ലേ? റെഡ് ബുള്ളിൽ വിഷം കലർത്തി കൊടുത്തു കാമുകന് അല്ലേ? വാർത്ത വായിച്ചില്ലേ? എന്തിനാ വിളിച്ചു വരുത്തിയത്? അവനുമായി ശരീരം പങ്കുവെക്കാൻ അവനെ വിളിച്ചു വരുത്തി. എന്നിട്ട് ശരീരം പങ്കുവെച്ചു. എന്നിട്ട് ക്ഷീണിച്ച് കിടക്കുന്ന ആൾക്ക് റെഡ് ബുള്ളിൽ വിഷം കലർത്തിയിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നിനക്ക് എനർജി കിട്ടും, അടുത്ത പണിക്ക് ഒന്നും കൂടെ എനർജി കിട്ടും, ഇത് കുടിച്ചാളാന്ന്. അത് കുടിച്ച് കഴിഞ്ഞപ്പോൾ അവൾ അവനോട് പറഞ്ഞത്ര, എൻ്റെ പണി ഞാൻ തീർക്കുന്നു. എന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചേർക്ക്, ആത്മഹത്യക്ക് ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിയിട്ട് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി. പക്ഷെ ചാവണീന് മുമ്പ് അവന് മൊഴി കൊടുത്ത് അവള് വിഷം കലർത്തിയിട്ടുണ്ട്. എവിടെ പ്രശ്നം?
ദീന് പാലിക്കാത്തതുകൊണ്ടല്ലേ പ്രശ്നം, അല്ലേ? സാമ്പത്തിക രംഗത്ത് പ്രശ്നം ഉണ്ടാകാൻ കാരണം എന്താ? കടങ്ങളിൽ കുടുങ്ങാൻ കാരണം എന്താണ്? ഇസ്ലാം പറഞ്ഞിടത്ത് നിന്ന് പോയതുകൊണ്ടാണ്, പലിശയിലേക്ക് പോയതുകൊണ്ടാണ്. അവിടെ നിന്ന് ഇവിടെ നിന്ന് പരക്കെ കടം വാങ്ങിയിട്ടാണ്. പണം ഇരട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് പലരിൽ നിന്നും പണം വാങ്ങിയിട്ട് കൊടുത്ത് അയാൾ മുങ്ങി, ഇവൻ കുടുങ്ങി. അപ്പൊ ഇസ്ലാം വരച്ച് കാണിച്ചിടത്ത് കൂടെ അല്ല പോകുന്നെങ്കിൽ എത്ര പൈസ ഉണ്ടായിട്ടും എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല, അല്ലേ? നമ്മുടെ നാട്ടിൽ ഡിവൈഡറിൽ MDMA ഉപയോഗിച്ചൊരു ഡോക്ടർ വണ്ടി കൊണ്ട് കുത്തി കയറ്റിയത് ഇല്ലേ? വലിയ പണക്കാരായ മക്കളുള്ള പാരൻസിൻ്റെ അവസ്ഥ എന്താ? പെരൻ്റെ കാവലാണോ അയാള്? ഓൻ്റെ വലിയ കൊട്ടാരത്തിൻ്റെ കാവല്. ചെതിൽ നോക്കുന്നുണ്ടോ, മറ്റു നോക്കുന്നുണ്ടോ, ചെടി നനക്കുന്നുണ്ടോ, പണിക്കാരൻ വന്നിണോ, നിങ്ങൾ പിന്നെ അതിൻ്റെ ഇതടച്ചിക്കണോ, മറ്റേ അടച്ചിക്കണോ, പഞ്ചായത്ത് പോയില്ലേ, വില്ലേജിൽ പോയില്ലേ, ഒക്കെ ചെയ്യാളൊരാൾ. ഞാൻ എൻ്റെ വാപ്പാനല്ലോ നോക്കണ്ടേ. എത്ര നോക്കണേ? പണിയെടുപ്പിക്കുക. ഒരു മേയ്സിരിനെ കൊണ്ട് പണിയെടുപ്പിക്കണ പോലെ പണിയെടുപ്പിക്കലാണോ പാരൻറ്റിന് നോക്കൽ? എന്നിട്ട് അത് അഡ്മിറ്റായി കിടന്നാലോ ഭയങ്കര ബിസി ഷെഡ്യൂളാണ്. പൈസ എത്ര വെച്ചാൽ പറയണ്ടി, ഞാൻ അയച്ചിട്ടുണ്ട്, അല്ലേ? മരിച്ചാലൊന്ന് വരാൻ പോലും സമയമില്ലാത്തവനെ വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്നിട്ട് നമുക്ക് എന്ത് കിട്ടി? അതുകൊണ്ട് ദുനിയാവിലും പരലോകത്തും നമുക്ക് യൂസ് ഇല്ലാത്ത മക്കളായിട്ട് മാറുന്നത് ദീനില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ദീന്, വിശ്വാസം, അത് ശരിക്കും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. അതാണ് രണ്ടാമത്തെ കാര്യം. ഒന്ന്, നമ്മൾ അവരുമായിട്ട് ആശയവിനിമയം നടത്തുക. രണ്ട്, അവർക്ക് കൊടുക്കേണ്ട ദീനിൻ്റെ, ഈമാനിൻ്റെ കാര്യങ്ങൾ നമ്മൾ പകർന്നു കൊടുക്കുക. മൂന്നാമത്തെ കാര്യം, ഇസ്ലാമിൻ്റെ സ്രോതസ്സിലേക്ക് അവർ അടുപ്പിക്കുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ദീനിനും ദീനിൻ്റെ ആൾക്കാരെയും ദീനി പ്രബോധന സംഘത്തെയൊക്കെ കുറിച്ച് വളരെ മോശമായ കാഴ്ചപ്പാടാണ് പുതിയ തലമുറക്കുള്ളത്, അല്ലേ? ഒരു ദീനി ഉപദേശങ്ങളൊക്കെ ആ തലമുറനോട് പറഞ്ഞാൽ ഒരു വേറൊരു ബൈക്കാണ്. നാട്ടിലൊരു പരിപാടി ചോല ഉടുക്കച്ച മുങ്ങും. അതൊക്കെ വെറുതെ കച്ചറ ഓടാൻ വേണ്ടിയിട്ട്, അധികാരമോഹത്തിന് വേണ്ടി, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എല്ലായിടത്തും കലഹമാണ്. ഓല കാര്യങ്ങൾ നോക്കിയെടുക്കണം. ഞമ്മക്കതിനും നേരല്ലാന്നിട്ട് ഒരു വേറെ ടീമിലാണുള്ളത്. അതിനാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദീനിൻ്റെ ആധികാരിക ഗ്രന്ഥങ്ങളോടും ദീനി പണ്ഡിതന്മാരോടും ദീനി സ്ഥാപനങ്ങളോടും കുട്ടികൾക്ക് കൂറുണ്ടാക്കിയെടുക്കാനുള്ള പണിയെടുക്കണം. ഇവിടെ വേറെ ഖുർആന് കുട്ടികളെ കൊണ്ട് ഇങ്ങനെ തുടപ്പിക്കുക, ഖുർആനോട് സ്നേഹമൊക്കെ ഉണ്ടാകാൻ വേണ്ടി. പള്ളി കൈകാൻ കൊണ്ട് കുട്ടികളെ കൊണ്ടുവരിക, പണ്ഡിതന്മാരെയൊക്കെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പിന്നെ കുട്ടികളെ പരിചയപ്പെടുത്തിയിട്ട് അവരെ സംസാരിപ്പിക്കുക. പള്ളിയിലേക്കൊക്കെ വരുമ്പോൾ കുട്ടികളെ കൊണ്ട് ഇവരായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യിപ്പിക്കുക. ദീനി സ്ഥാപനങ്ങളും ദീനി കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ഗുണഗണങ്ങളെക്കുറിച്ച് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതിനോടൊക്കെ ഒരു ബഹുമാനവും കൂറും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. മദീനത്തെ പള്ളിയിൽ പോയില്ല നിങ്ങൾ? അവിടെ ചെന്നാണ് ഇത്തിരി പോകുന്ന കുട്ടികൾ സംസം വെള്ളം ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ നിങ്ങൾ. അതവർക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? അവരുടെ പാരൻസ്, അവർ ചെറുപ്പം മുതൽക്കേ കണ്ട് വളരുന്നതാണിത്. ഹാജിമാർക്ക് അവർ സംസം കൊടുക്കുന്നതും ഈത്തപ്പഴം കൊടുക്കുന്നതും റൊട്ടി കൊടുക്കുന്നതും കണ്ട് വളർന്നതാണ് അവർ. അതുകൊണ്ട് ആ ഒരു മതപരമായിട്ടുള്ള കാര്യങ്ങളോടുള്ള താല്പര്യവും അതിനോടുള്ള ബഹുമാനവും ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഉണ്ടാക്കിയെടുക്കാൻ, അത് വളർത്തിക്കൊണ്ടുവരാൻ പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ആ ഒരു പുച്ഛ മനസ്സ്, തന്ത വൈബ് എന്ന് തന്നെ പറയില്ലേ, തന്ത വൈബ് എന്ന് പറയാം. പിന്നെ സദാചാര പോലീസ് എന്ന് പറയാം. എന്തെങ്കിലുമൊക്കെ തിരുത്തി കഴിഞ്ഞാൽ എന്താ ഇവിടെ ജു അവളെന്താ ഇവിടെ അയോയ്ക്കജാര, അതാണ് ഇന്നത്തെ ട്യൂണ്. പട്ടി കടിച്ച് മരിച്ചവർ എത്ര എന്നുള്ളത് പ്രശ്നമല്ല, പക്ഷെ പട്ടിയെ കൊന്നവർ എവിടെ, അവരെ ജയിലിലടക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. വിരോധാഭാസം മനസ്സിലാക്കണം നമ്മൾ. എത്ര വലിയ പ്രശ്നങ്ങളുണ്ടായാലും അല്ലേ, കള്ളിൽ നിന്ന് കുട്ടികളെ രക്ഷപ്പെടുത്താൻ അപ്പുറത്തൊരു സൂമ്പ, ഇപ്പുറത്ത് KSRTC ബസ് സ്റ്റാൻഡിൽ ഒഴിഞ്ഞു കിടക്കുന്ന മുറികളിൽ ബീവറേജിൻ്റെ ഔട്ട്ലെറ്റ് തുറക്കണമെന്ന് മുഖ്യമന്ത്രി തന്നെ പറയാം. ഇനി ഓൺലൈനിൽ ബുക്ക് ചെയ്താൽ സാധനം എവിടെയാണോ ഉള്ളത് അവിടേക്ക് എത്തും. ആരും പേടിച്ചിട്ടുണ്ടല്ലോ, ലൊക്കേഷൻ എവിടെയും ആർക്കും കൊടുക്കാം. കടയിൽ പോയിട്ട് ക്യൂ നിൽക്കണ ബുദ്ധിമുട്ടില്ല, ഹെൽമെറ്റ് ഇട്ട് ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏതെങ്കിലും തെങ്ങിൻ്റെ ചോട്ടിൽ നിന്നിട്ട് ബുക്ക് ചെയ്താൽ അവിടെ നിന്നാൽ അങ്ങോട്ട് വരും. മറ്റേ ഓട്ടോറിക്ഷ മറ്റേ കാറൊക്കെ വരുന്ന മാതിരി, യൂബറൊക്കെ വരുന്ന മാതിരി. അപ്പോൾ ഒരു ഭാഗത്ത് ഇവിടെ ഭയങ്കര സമരം, അപ്പുറത്ത് ഭയങ്കര വിതരണം, കച്ചവടം. ഈ ഒരു സമൂഹത്തിൽ നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ദീനിനോട് കൂറും ബഹുമാനവും ആദരവും ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകണം. പിന്നെ ഇപ്പം എന്താ വെച്ചാൽ ഇവിടുത്തെ മൊയ്ലിയന്മാർക്കൊക്കെ പണി എന്താ വെച്ചാൽ ദീനെ ചാറാക്കലാണ്. ദീനെ പരിഹസിക്കാൻ പരമാവധി തൊള്ളി തോന്നണമൊക്കെ പറയാം
അല്ലേ? ഓരോരുത്തർ പച്ചക്കുപ്പായിട്ടാണ് വരികയാണ്. 2 പച്ചത്തുണി ഉണ്ടെങ്കിൽ ആൾക്കൊരു യൂട്യൂബ് ചാനലും ഒരു ഫോണും ഒരു യൂട്യൂബ് ചാനലും ഉണ്ടെങ്കിൽ ആളൗലിയായി. മനസ്സിലായേ? ഈ അടുത്തിപ്പോൾ ഞാനൊരു പുതിയ ചങ്ങായിനെ കണ്ടാണ്. താടി മുടിയൊക്കെ വളർത്തിയിട്ട് ഒരു ഇതൊക്കെ കെട്ടി അടിയിൽ കള്ളിത്തുണിയൊക്കെയാണ്, മുകളിൽ എവിടുന്നോ ഒരു ജുബ് എവിടുന്നോ ഒപ്പിച്ചണോ. കാരണം ഫോൺ വെച്ചാൽ അടിയിലൊന്നും കാണുമല്ലോ, ഇനി വെട്ടില്ലെങ്കിൽ ചിലപ്പോൾ കാണുന്നില്ല. എന്നിട്ട് ഓനങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് കഞ്ചാവടിച്ച മാതിരി. എന്നിട്ട് അതിന് മാഷാ അല്ലാ തങ്ങളെ പ്രാർത്ഥിക്കണം തങ്ങളെയൊക്കെ പറയുന്ന ആൾക്ക് നേർക്ക് നേരെ കാണണം. ഏത് ഇബനോടും പ്രാർത്ഥിക്കാൻ പറയുന്ന ആൾക്കാരൊക്കെ നേർക്കുനേരെ ഒന്ന് കാണുന്നെ വേണം. ഓലൊക്കെ മനുഷ്യന്മാർ തന്നെയാണോ അതല്ല വല്ല റോബോട്ടാണോ എന്ന് ഉറപ്പിക്കാനാണ്. അപ്പം ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ദീനിനോട് ഉള്ള വിലയും കളയാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഇറങ്ങി പുറപ്പെട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം കുറച്ചും കൂടെ വലുതാണ്. അതുകൊണ്ട് പറഞ്ഞതിൻ്റെ ചുരുക്കം, ഇസ്ലാമിൻ്റെ ശരിയായ സ്രോതസ്സിലേക്ക് അവരെ അടുപ്പിക്കുക, ഇസ്ലാമിൻ്റെ ആ ഒരു മഹാസിൻ ശരിക്ക് അവർക്ക് പകർന്നു കൊടുക്കുക, ഇസ്ലാമിക പണ്ഡിതന്മാരോടും സ്ഥാപനത്തോടും ഗ്രന്ഥങ്ങളോടുമൊക്കെയുള്ള കൂറും ബഹുമാനവും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. 4-മത്തെ കാര്യം എന്താ പറയുക? സമയവും കഴിവുമൊക്കെ അവരുടെ വിജയത്തിനും അവർക്ക് ഗുണവും ലഭിക്കാൻ പറ്റിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാം. അവൻ്റെ വളർച്ചയ്ക്ക് വേണ്ട ഒരു കാര്യത്തിനും നമ്മൾ തടസ്സം നിൽക്കരുത്. വെറുതെ അനാവശ്യമായിട്ട് തെണ്ടി നടക്കാനും ഫോണിൽ കളിച്ച് നടക്കാനും നമ്മളവരെ വിടരുത്. ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും ഇവനൊക്കെ ഒരു ബാപ്പുണ്ടോന്ന്. ഈ മറൈൻ ഡ്രൈവിലും ഈ ബീച്ചുകളിലൊക്കെ കണ്ടില്ലെങ്കിൽ ഇത്തിരി പോകുന്ന പെൺകുട്ടികൾ ചെക്കന്മാരെ വണ്ടിയും കയറി പോരുന്നേ, ഓളെ ബാപ്പൊന്നാണ് വീശിയാൽ ഇപ്പോൾ ആ കടലിലെത്തും. അത്രയും നല്ല പവറുള്ള ബാപ്പുണ്ടാവും. മൂപ്പരൊക്കെ കണ്ണുവെട്ടിച്ചിട്ടാണ് വരുന്നത്. അപ്പം നമ്മുടെ മക്കളുടെ സമയവും അവരുടെ കഴിവും അവരുടെ അറിവും അത് വേസ്റ്റാക്കി കളയാൻ നമ്മൾ ഒരിക്കലും സമ്മതിക്കരുത്. നമ്മൾ ചെറുപ്പം മുതൽക്ക് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ നല്ല ശീലവും ചിട്ടയുമൊക്കെ വളർത്തിക്കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 5-മത്തെ കാര്യം, അവരെ ലക്ഷ്യബോധമുള്ളവരാക്കുക എന്നുള്ളതാണ്. ലക്ഷ്യബോധമുള്ളവരാക്കുക. അതാ സക്കരിയ നബിൻ്റെ പ്രാർത്ഥന. പ്രാർത്ഥിക്കുമ്പോൾ കുട്ടീനെ ചോദിക്കുമ്പോൾ തന്നെ പറഞ്ഞാൽ യരിസുനി വയരിസു മിൻ ആലി യഅഖൂബ വജഅൽഹു റബ്ബി റദിയാൻ. വെറുതെ ഒരു കുട്ടിയല്ല, നബിയായൊരു കുട്ടിയായിരിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ലക്ഷ്യം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള. അപ്പം ഇന്നോടൊരു കുട്ടി പറഞ്ഞു, എന്താടാ ജി ക്ലാസ്സിൽ ഞാൻ തലയും താത്തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് സാറേ, എനിക്ക് വീട്ടിൽ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം. അവിടെ കസിൻസിൻ്റെ ഒക്കെ പോയി കുളത്ത് ചാടി സൈക്കിൾ ഓട്ടിക്കാൻ നടക്കണം ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇടങ്ങേറ്. അപ്പം എനിക്കിങ്ങനെ പെരി പോകാനൊരു തോന്നൽ. അപ്പം ഇപ്പോഴല്ലേ പെരിക്ക് പോകുന്നത്? അതെ, പെരി ഇപ്പോൾ വന്ന് ഇനിയിപ്പോൾ എനിക്ക് സൈക്കിൾ ഓട്ടാനായിട്ട് പോകണോ? അപ്പം ഞാൻ അവനോട് പറഞ്ഞത് വെച്ചാൽ, ഇജിപ്പം ഇവിടെയാണുള്ളത്. ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് എൻ്റെ വീട്ടിൽ അവിടെ നാടും കസിൻസും കുളവും റോഡും സൈക്കിളൊക്കെ കണ്ടിട്ട് എന്ത് കാര്യമുള്ളത്? ഇജ് ഇവിടെയല്ലുള്ളത്. അപ്പം ഈ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഇവിടെ നിന്ന് എന്തൊക്കെയാണോ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക അത് നീ പരമാവധി ഉപയോഗിക്കുക. ഇവിടെ എനിക്ക് നേടേണ്ട കാര്യങ്ങൾ നീ നേടുക, ഇവിടെ മാക്സിമം വിജയിക്കാൻ നോക്കുക. അപ്പം എൻ്റെ കസിൻസിന്, എൻ്റെ പെരക്കാർക്കും എൻ്റെ നാട്ടുകാർക്കും ഒക്കെ എന്നെ വേണ്ടി വരും. അല്ല ഒന്നുമില്ലാണ്ട് ഇവിടെ നിന്ന് കാലി കയ്യുമായിട്ടാണ്ട് പോയാൽ ഓൽക്കും എന്നെ വേണ്ടി വരില്ല, എൻ്റെ പെരക്കാർക്കും എന്നെ വേണ്ടി വരും, നാട്ടുകാർക്കും എന്നെ വേണ്ടി വരില്ല. അപ്പം ഈ വളർന്ന് ഉഷാറാകാൻ നോക്ക്. പിന്നെ കുറച്ചൊക്കെ എന്തെങ്കിലും ഒന്നും ത്യജിക്കാതെ ഒന്നും നേടാൻ പറ്റൂല. അങ്ങനെയാണല്ലോ. എൻ്റെ വാപ്പ ഗൾഫിൽ പോയിട്ടാണ് വീടുണ്ടാക്കിയത്. എൻ്റെ വീടുണ്ടാക്കിയത് എങ്ങനെയാണ്? വാപ്പ ഗൾഫിൽ പോയിട്ടാണ്. നിങ്ങളൊപ്പം നിൽക്കാൻ പോതില്ലായിട്ടല്ലല്ലോ. പക്ഷേ ഒരു വീടാവണമെങ്കിൽ ഗൾഫിൽ പോകണം. ആ എഫേർട്ട് സഹിച്ചപ്പോഴാണ് ഒരു വീടുണ്ടായത്. അപ്പോൾ എഫേർട്ട് സഹിച്ചാൽ എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ നോക്കുക പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ സാധാരണ പോയി. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്കൊക്കെ ഒരുപാട് സാധ്യതകളും സാഹചര്യങ്ങളും ഉണ്ട്. ഇന്നിപ്പോൾ ഒരു കുട്ടിയോട് ഞാൻ പറഞ്ഞു, ഓൾ നല്ല ഇംഗ്ലീഷ് ബുക്കൊക്കെ അങ്ങനെ വായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, യൂട്യൂബിൽ ഇങ്ങനെ ചാനലുണ്ട്, അതിൽ ബുക്കിൻ്റെ റിവ്യൂ ഇടലാണ് ഒരുക്ക് പണി. അപ്പം ഞാൻ എക്സാമ്പിളൊക്കെ കാണിച്ചു കൊടുത്ത് ഓക്ക് വാട്സപ്പിൽ അത് അയച്ചു കൊടുത്ത്. അപ്പോൾ നീ ഇങ്ങനെ വായിക്കുന്ന ബുക്കുകളൊക്കെ ഇങ്ങനെ റിവ്യൂ ഇടുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു ലോക്കൽ ചാനലേക്കാരം എൻ്റെ ചാനൽ, പക്ഷേ കുറച്ച് കൊല്ലങ്ങളൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ അറിയപ്പെടുന്ന വലിയൊരാളായിട്ടൊക്കെ മാറും. ഇപ്പം നമ്മൾ വെറുതെ തുടങ്ങിയിരിക്കുന്ന സാധനക്കാരം, പക്ഷേ വലുപ്പത്തിൽ ഭയങ്കര സംഭവമായിട്ട് അതൊക്കെ മാറും. അപ്പോൾ ഈ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കണം. നമുക്ക് ഇവിടെ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാം. ഗ്രീൻ വാലിയിൽ സ്റ്റുഡിയോ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയും അതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാം എന്നൊക്കെ ആ കുട്ടിനോട് പറഞ്ഞു. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുട്ടികൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ തന്നെ ഉണ്ടാവും. അതിനൊക്കെ ഒരു ഫ്രെയിമിലേക്ക് കൊണ്ടുവന്ന് അവർക്കൊരു കറക്റ്റ് ഒരു ധാരണയും ബോധവും ഒരു എയിംസൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഹാപ്പിനെസ് അവർക്ക് കണ്ടത്. അപ്പോൾ പരീക്ഷയ്ക്ക് കഴിഞ്ഞ് ആൻസറൊക്കെ നന്നായിട്ട് എഴുതി വരുമ്പോൾ
കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇന്നലെ രാത്രി ഇജ്ജ് ഉറക്കം വെച്ച് പഠിച്ചതിൻ്റെ ഒരു സന്തോഷം ഇപ്പം എനിക്ക് അനുഭവപ്പെട്ടില്ലേ എന്നുള്ളത് അവർക്ക് എന്ത് ചെയ്യണം, ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഈ മാർക്ക് നിൻ്റെ എഫേർട്ടാണ് എന്നവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ മക്കൾക്ക് നല്ല ലക്ഷ്യബോധം ഉണ്ടാക്കി കൊടുക്കുകയും ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അവരെ പ്രാപ്തമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ആറാമത്തെ കാര്യം, ദീനിനെ സ്നേഹിക്കുന്ന നല്ല കൂട്ടുകാരെ കുട്ടികൾക്ക് സെറ്റാക്കി കൊടുക്കുക എന്നുള്ളതാണ്. എവിടെയും ഒരു നോൺ മുസ്ലിമായ ചെക്കനെ പ്രേമിച്ചിട്ട് ഓൻ്റെ കൂടെ ഇറങ്ങാൻ നിൽക്കണ ഒരു പെൺകുട്ടിയോട് ഞാൻ ചോദിച്ചു, അനക്കൊടുന്ന ഫോൺ ചോദിച്ചു. അത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ പേരെന്താണ് ചോദിച്ചു. ഓടൊരു മുസ്ലിം പെൺകുട്ടിയാണ്. അപ്പോൾ ഓൾ എന്നോട് പറഞ്ഞില്ലേ, ഇവനൊരു നോൺ മുസ്ലിമാണ്, നിനക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനൊരു വാക്ക് ഓൾ എന്നോട് പറഞ്ഞു വെച്ചപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല, മനസ്സിലായിട്ടില്ല. അപ്പം എന്ത് കൂട്ടുകാരികളാണ്, എന്ത് കൂട്ടുകാരന്മാരാണ്. ഇപ്പോൾ കല്യാണത്തിനൊക്കെ ഇങ്ങനെ വരും. കല്യാണത്തിന് കൂട്ടുകാരികളെ കാണുമ്പോൾ ഞാൻ നിക്കാഹ് ഖുത്ബയിൽ ഒരു പോയിന്റും കൂടെ ആഡ് ചെയ്യും. കൂട്ടുകാരികൾക്കുമുണ്ട് ദൗത്യം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഓലിങ്ങനെ വന്നിട്ട് ഓൽക്ക് പരിപാടി എന്താ വെച്ചാൽ ഓനിങ്ങനെ നോക്കിയിട്ട് നല്ല പ്രായം തോന്നുന്നുണ്ടല്ലേ ഓന്. എപ്പോഴും ഓനെ കാരം പ്രായം തോന്നല്, ഓക്ക് പ്രായം തോന്നില്ല. കാരണം ഓല ജെൻഡർ അതാണല്ലോ. അപ്പോൾ ഇതാണ് ഓലെ സംബന്ധിച്ചിടത്തോളം ഓലെ പരിപാടി. തുടക്കത്തിൽ തന്നെ തുരങ്കം സെട്ടിക്കുക. എന്നിട്ട് ആ ഒരു കല്ലുമ്മ അയിമ ഒരസിയിട്ടാണ് പിന്നെ ജീവിതകാലം മുഴുവൻ അവർ പോണത്, കെട്ടി വലിച്ച്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഫ്രണ്ട്സാണ്. പിന്നെ ബ്രോക്കർ പണി വളരെ സജീവമാണ്. ഒരു പെൺകുട്ടിയുടെ ഇങ്ങനെ നട്ടം തിരിയുക, നടുറൂട്ടിൽ ഇങ്ങനെ നട്ടം തിരിയുക. അപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്തൊരു ബിൽഡിംഗ് ഉണ്ട്, അതിൻ്റെ 4ാം നിലൻ്റെ മുകളിൽ കയറി, അതിൻ്റെ മുകളിൽ കയറി ചുറ്റും കാണാം. അപ്പോൾ ചുറ്റും നോക്കുമ്പോൾ എന്താണ്, അപ്പുറത്തെ റോട്ടിൽ ഓളെ കൂട്ടുകാരിയും കാമുകനും അവിടെ സല്ലപിക്കുകയാണ്, അതിന് കാവലിക്കുകയാണ് ഓള്. മനസ്സിലായല്ലേ? ഹറസത്ത് ഫീ സബീലില്ലാഹ് നബി, അള്ളാഹിൻ്റെ മാർഗത്തിൽ കാവലിരുന്ന കണ്ണ്, കാവലിരിക്കുക തോന്നിയാസത്തിന്. അത് സെറ്റാക്കി കൊടുക്കുക, ഓർക്ക് മീറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ടൊരു കല്യാണം നടത്തിയ ചാരിതാർത്ഥ്യത്തിൽ അത് ഞാൻ സെറ്റാക്കി കൊടുത്താ നന്നായി, എന്നാ ചെയ്യണ വ്യഭിചാരത്തിനൊക്കെ എനിക്ക് കിട്ടിക്കോളും. അപ്പം ഇതാണ് ഇന്നത്തെ ഒരു ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. തിരുത്താനും ഉപദേശിക്കാനും നന്നാക്കാനും പള്ളിയിൽ കൊണ്ടാനും പഠിക്കാനും ഇതിനൊന്നും പ്രേരിപ്പിക്കണ കുട്ടികൾ കുറവാണ്. അപ്പം നമ്മളൊക്കെ പണി എന്താ നിങ്ങൾക്ക്, നമ്മളെന്നെ ഇങ്ങനെ ക്ലാസ്സും കേട്ടിക്കുക, നമ്മളിങ്ങനെ പോവുക, പിന്നെ അടുത്ത ക്ലാസ്സിന് വരിക, പിന്നെയും പോവുക, പിന്നെയും പോവുക, പിന്നെയും വരിക. നമ്മളെ മക്കളൊപ്പം പഠിക്കണ കുട്ടികളെ പാരൻസും ഇവിടെ വരണം. ഓലും ദീന് കേൾക്കണം, ഓലും നന്നാവണം. ഓലും നന്നായാലേ ഓരോ കുടുംബം നന്നാവുള്ളൂ. ആ കുടുംബം നന്നായാലേ ആ കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടികൾ അവരെപ്പം നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ളത്. ഇപ്പം ദഅവത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാന്നുള്ളതല്ല, മറിച്ച് അതുകൊണ്ടൊക്കെയുള്ള മഹാസിന് നന്മകൾ ഒരുപാടാണ്. അപ്പം ഈ നാട് മൊത്തം നന്നാകേണ്ടതിന് അനിവാര്യത എന്താണ്? നമ്മളെ, എൻ്റെ മോൾ 5ാം ക്ലാസ്സിലാണ്. 5ാം ക്ലാസ് പഠിക്കുന്ന ഒരു 10 കുട്ടികളെങ്കിലും ദീനീബോധമുള്ള കുട്ടികൾ വേണം, എന്നാലും എൻ്റെ മോക്ക് നല്ലതിലേക്ക് പോകാൻ പറ്റുള്ളൂ, അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റായ കാര്യമാണത്. അതുകൊണ്ട് ദീനുള്ള കൂട്ടുകാരുടെ കൂടെ അവരെ പിന്നെ സെറ്റാക്കി കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് സാഹചര്യവുമായിട്ട് ഇണങ്ങുന്നവനാണ്, അതിൽ സ്വാധീനമുള്ളവനാണ്. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ള പറഞ്ഞത്, ഒരാളെ അറിയാൻ അയാളെ കൂട്ടുകാരനെ നോക്കിയാൽ മതി, ഓൻ്റെ സ്വഭാവമൊക്കെ ഇവനുണ്ടാവും. മനസ്സിലുണ്ടല്ലോ? അതുകൊണ്ട് നല്ല കൂട്ടുകാരെ നമ്മളെന്ത് ചെയ്യാം, കുട്ടികൾക്ക് റെഡിയാക്കി കൊടുക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ മർഉ അലാ ദീനി ഖലീലി ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിൽ. ഒരാൾ തൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലാണ്, ആ കൂട്ടുകാരൻ നല്ലവനായില്ലെങ്കിൽ അയാൾ കേടായി പോകും. 7ാമത്തെ കാര്യം തരങ്ങൾ, വീട്ടിനൊരു ചിട്ട വേണം. വീട്ടിലൊരു ചിട്ട വേണം, വീട്ടിലൊരു സിസ്റ്റം വേണം. നിസ്കാരത്തിന്, ഭക്ഷണത്തിന്, ഉറക്കത്തിന്, അവിടെ യാത്രകൾ വേണം, കുട്ടികളോടൊപ്പമുള്ള കളികൾ വേണം, സന്തോഷങ്ങൾ വേണം. കുട്ടികൾ പറയുന്ന സ്പെഷ്യലുകൾ ഉണ്ടാക്കി കൊടുക്കണം. ആ വീട് ശരിക്കും ഒരു ഉസ്താദെ, വീടിന് ജന്നാത്തുൽ ഫിർദൗസ് ഇടാൻ പറ്റുമോ? എന്ത് പേരിട്ടാലും വേണ്ടില്ല, അതുകൊണ്ടൊന്നും പെര ജന്നാത്തുൽ ഫിർദൗസ് ആവില്ല. പെര ജന്നാത്തുൽ ഫിർദൗസ് ആണെങ്കിൽ അവിടെ ദീന് വേണം, അവിടെ സന്തോഷം വേണം, അവിടെ ഇണക്കം വേണം, അവിടെ സ്നേഹം വേണം. ആ ബന്ധത്തിന് സിൻസ്യൂരിറ്റി വേണം. സ്നേഹം ഉണ്ടായിട്ട് കാര്യമില്ല, സ്നേഹം പരസ്പരം പ്രകടിപ്പിക്കണം. ബഹുമാനം ഉണ്ടായിട്ട് കാര്യമില്ല, പരസ്പരം ബഹുമാനിക്കണം. ദീനുണ്ടായിട്ട് കാര്യമില്ല, ദീന് ആചരിക്കണം.
ഇപ്പം എന്താണ് ദീന് അറിയണത് ഇന്നറാണത്രേ. ഇപ്പം ഞാനിപ്പോൾ ജുബ്ബിയും പാൻറ് ഇട്ടാലേ ഇപ്പം നിങ്ങൾ കാണുന്നത്, ഇന്നർ കാണില്ലല്ലോ. അതേമാതിരി പുറത്തേക്ക് കാണാൻ പാടില്ല, ഉള്ളിലുണ്ടാകേണ്ടതാണ് ദീൻ എന്നാണ് പുതിയ ഒരു വ്യാഖ്യാനം. അതുകൊണ്ട് എവിടെയും ദീന് പറയണ്ട, അത് എല്ലാവരും ഉള്ളിൽ കടന്നാൽ മതി. അത് നമ്മുടെ സമീപനമല്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് ദീന് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദീന് എന്ന് പറയുന്നത് എല്ലായിടത്തും പ്രകടമാകേണ്ടതാണ്. അത് നമ്മുടെ വീട്ടിലും നമ്മുടെ നാട്ടിലും നമ്മുടെ എല്ലായിടത്തും അത് പ്രകടമാകണം. നമ്മുടെ വീട്ടിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കണം. ഇപ്പോൾ ചെറുപ്പം മുതൽക്കേ ഈ പീസ് റേഡിയോ അതൊക്കെ കേൾക്കുന്ന വീട്ടിലെ കുട്ടികൾ നല്ല ഖുർആൻ പാരായണം ചെയ്യുന്ന, നല്ല പ്രസംഗിക്കുന്ന, നല്ല സ്കില്ലുള്ള കുട്ടികളായിരിക്കും. അവർക്ക് നല്ല ലോകവിവരം ഉണ്ടാവും, അവർക്ക് എല്ലാ വിഷയത്തിനും നല്ല നോളജ് ഉണ്ടാവും. കാരണം എന്താ? ചെറുപ്പം മുതൽക്കേ അവരിതൊക്കെ കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ വീട്ടിൽ നല്ലൊരു ഇസ്ലാമിക അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കണം. പ്രാർത്ഥനകൾ കൊട്ടിക്കുക, നിസ്കരിക്കാൻ, ഖുർആൻ ഓതാൻ, മറ്റ് സൗകര്യങ്ങളൊക്കെ സെറ്റാക്കുക. ഭക്ഷണമൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കുക. ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആദാബുകൾ പഠിപ്പിക്കാനും അവരെ മനസ്സിലാക്കാനൊക്കെ പറ്റും. തൊള്ളിനിങ്ങനെ ചാടും ഓരോന്നേ, സ്കൂളിൽ നിന്ന് കിട്ടിയതൊക്കെ. എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുമ്പോൾ ഇങ്ങനെ മൂളിപ്പാടും. ഏതൊക്കെയാരോ നമ്മളിതുവരെ കേൾപ്പിച്ചിട്ടില്ലാത്ത കുറേ സാധനങ്ങളൊക്കെ കുട്ടികൾ മൂളിപ്പാടും. അതൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടണതാണ്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ, എല്ലാത്തിനൊരു വ്യവസ്ഥ. നിസ്കരിച്ചിട്ടാണ് ഫുഡ്, മനസ്സിലാണ്ടല്ലോ. ഒരു വ്യവസ്ഥ ഉണ്ടാക്കുക. അങ്ങനെ ഒരു വ്യവസ്ഥയിലൂടെ, ഒരു ചിട്ടയിലൂടെ. അത് വേണ്ട, കുട്ടികളല്ലേ ഓരിടങ്ങേറാക്കണ്ട വെച്ചിട്ട് ഞാൻ അങ്ങനെ ആക്കിയാണേ എന്ന് പറഞ്ഞാൽ അങ്ങനെ വിട്ടൊടുക്കും തോറും കുട്ടികൾ എന്ത് ചെയ്യുക? ഓൽക്കത് ശീലാവുക ചെയ്യുക. അവർക്ക് ഹലാലായ ഒന്നും നമ്മൾ തടഞ്ഞു വെക്കണ്ട. അവർക്ക് എമ്പാടും എൻജോയ് ചെയ്യുക. ഞങ്ങൾ വണ്ടിയിലെടുത്തിട്ട് ഏതെങ്കിലും പാർക്ക് കൊണ്ടുപോയിട്ടോളി, അവിടെ നനയണ്ട, കളിച്ചണ്ട എന്നൊന്നും പറയണ്ട. അതൊക്കെ കളിച്ചോട്ടെ, എൻജോയ് ചെയ്തോട്ടെ. പക്ഷേ പഠിക്കേണ്ട സമയത്ത് കളില്ല, നിസ്കാരം ഒഴിവാക്കിയിട്ട് പരിപാടിയില്ല. അതൊക്കെ സ്ട്രിക്റ്റായിട്ട് തന്നെ ചെറുപ്പം മുതൽക്കേ നമ്മൾ സെറ്റാക്കി കൊണ്ടുവരണം. ഓക്കെ, അതിനെന്ത് വേണം? നമ്മൾ സെറ്റാവണം ആദ്യം. ഞമ്മക്കൊരു ചിട്ടയും ഞമ്മക്കൊരു ബോധവും ഞമ്മക്കൊരു സൂക്ഷ്മതയും ഞമ്മക്കൊരു സിസ്റ്റവും ഇല്ലാതെ നമ്മളെ കുട്ടികളെ സിസ്റ്റത്തിൽ കയറ്റാൻ നോക്കിയാൽ നടക്കൂല. ശുഐബ് നബി അലൈഹി സ്വലത്തു വസ്സലാം പറയാം, വമാ ഉരീദു അൻ ഉഖാലിഫക്കും ഇലാ മാ അൻഹാക്കും അൻഹു. നിങ്ങളോട് വിലക്കുന്ന കാര്യം ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്കെതിരാവാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം നമ്മൾ എന്താണ് ഈ പറയുന്ന ദീനും സൽസ്വഭാവവും പെരുമാറ്റും, ഇതൊക്കെ നമ്മളിലൂടെ കുട്ടികൾ കാണണം. കാരണം ആദ്യത്തെ അധ്യാപകൻ നമ്മളാണ്, മനസ്സിലാണ്ടല്ലോ. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന്, അതാണ് ആണുങ്ങളോട് വീട്ടിൽ നിന്ന് സുന്നത്ത് നിസ്കരിക്കാൻ പറഞ്ഞത്. നിങ്ങൾ പള്ളിയിൽ നിസ്കരിച്ചാൽ വീട്ടിലേക്കുള്ള ഓഹരി മാറ്റി വെക്കണം. കാരണം വീട്ടിലെ നമസ്കാരത്തിൽ ഖൈറുണ്ട്, നബിൻ്റെ ഹദീസ. വീട്ടിൽ ഖുർആൻ ഓതണം, എന്നാലേ ശൈത്താൻ ഓടുള്ളൂ, നബിൻ്റെ ഹദീസല്ലേ. ദിക്റില്ലാത്ത വീട് മയ്യത്താണ്, നബിൻ്റെ ഹദീസല്ലേ അല്ലേ. വീട് ഖിബിലയായിരിക്കണം, വീട്ടിൽ നിസ്കാരം നല്ലോണം നടക്കണം. ഇതൊക്കെ വീട്ടിലേക്ക് ബർക്കത്ത് വരാനുള്ള കാരണമാണ്. ബിസ്മില്ലി കയറുക, ബിസ്മില്ലി ഇറങ്ങുക. ആണുങ്ങളോട് പ്രത്യേകം പറയാനുള്ളതാണ്. പെരി ചെന്നൊരു സമാധാനമല്ല അറിയാം. അതെന്തേ? കയറി ചെല്ലുമ്പോൾ തന്നെ ഓരോന്നാണ്ട് പറയും. എങ്ങനെ കയറി ചെന്ന്? ബിസ്മിയൊന്നും ചെല്ലാതാണ് വലിഞ്ഞാണ് കയറണേ. അങ്ങാടിത്തെ മുഴുവൻ ചൈത്താമാരെയും കൂട്ടിയിട്ട് വരിയടാ, ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ഉറങ്ങാനുള്ള സ്ഥലം, തിന്നാനുള്ള ഫുഡും പറഞ്ഞിട്ട് ഒക്കത്തിനും കൂട്ടിന് പോയി. സലാം പറഞ്ഞ് കയറണം. വീട്ടുകാരോട് നിങ്ങൾ സലാം പറയണം, അല്ലേ? ബിസ്മി ചൊല്ലിക്കയറണം. ഇതൊക്കെ വീട്ടിൽ അത്യാവശ്യമായ കാര്യമാണ്. അൽ ബഖറയും ആലു ഇമ്രാനും വീട്ടിൽ ഓതണം. എന്താ തർക്കവും പ്രശ്നവും മാറാത്ത? ഖുർആൻ ഒത്തില്ല, ആർക്കും സമയമില്ലല്ലോ. ഫോൺ നോക്കിക്കഴിഞ്ഞാൽ 7 മണിക്കൂർ 8 മണിക്കൂർ ഉപയോഗിക്കേണ്ട എല്ലാവരും. ഖുർആൻ ഒരു 5 മിനിറ്റ് ഓതാൻ ആർക്കും സമയമില്ല. അതുകൊണ്ട് മഗ്രിബ് കഴിഞ്ഞാൽ എല്ലാവരും ഖുർആൻ ഓതിക്കോളി, സുബൈ കഴിഞ്ഞാൽ ഓതിക്കോളി. എപ്പോഴൊക്കെയാണോ ഓതാൻ പറ്റുക അപ്പോഴൊക്കെ ഓതുക, ദിക്ർ ചൊല്ലുക. വീടിങ്ങനെ ദിക്ർ കൊണ്ടും ഖുർആൻ ഓത്തുകൊണ്ടും മുഖരിതമാകണം, അല്ലേ? ഇപ്പം ചില ആൾക്കാർ ഞമ്മക്ക് ദിക്റില്ല, ഞമ്മക്ക് ഖുർആനില്ല എന്നൊക്കെ പറയും. ഞമ്മക്കില്ലേറ്റൊന്നല്ല, ചെയ്യേറ്റാ. ഓൽക്ക് ഉണ്ട്, ഓല് ചെയ്യണമുണ്ട്, ഓല് വേറെ ആവശ്യത്തിനാണ് ചെയ്യണത്. അപ്പം അതിൽ നിന്ന് മാറി ശരിക്കും ദീന് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാനും നമ്മുടെ ജീവിതത്തിലൂടെ അതിൻ്റെ മാതൃക കാണിക്കുവാനും നമുക്കെല്ലാവർക്കും സാധിക്കണം എന്നുള്ള. ഇപ്പം എന്താ വെച്ചാൽ ഇപ്പം എല്ലാ കുട്ടികളും പറയണേ കല്യാണം വേണ്ട, കല്യാണം വേണ്ട. അപ്പോൾ ഓല് ഒന്ന് ഈ പൊതുബോധം, ഒറ്റക്കാലിൽ നിൽക്കാനായിട്ട് മതി കല്യാണം എന്നുള്ള ആ പൊതുബോധം. രണ്ടാമത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓല് കാണുന്നത് നമ്മളെ പരീത്തെ ദാമ്പത്യ ജീവിതമാണ്. ഉമ്മയും ബാപ്പി എങ്ങനെ ജീവിക്കണം എന്നാണ് ഓല് കാണുന്നത്.
അതുകൊണ്ട് ഉമ്മ ഒരു അടിമയായിട്ട് അവർക്ക് തോന്നിയെങ്കിൽ ആസ് എ ഹസ്ബൻഡ് യു ആർ 100% ഫെയിൽഡ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഏറ്റവും നല്ല ഇണക്കത്തിലും സ്നേഹത്തിലും സന്തോഷത്തിലും ജീവിക്കുന്നതാണ് അവർ കാണേണ്ടത്. ഈ സ്നേഹവും സന്തോഷം എന്നൊക്കെ പറഞ്ഞാൽ പ്രകടിപ്പിക്കാനുള്ളതാണ്. പിന്നെ ഭാര്യയും ഭർത്താവും ഏറ്റവും നല്ല ഇണക്കത്തിലും സന്തോഷത്തിലും ആകുമ്പോൾ കുട്ടികളും ഭയങ്കര ഹാപ്പി ആയിരിക്കും. അത് തർക്കത്തിലും പ്രശ്നത്തിലൊക്കെ ആകുമ്പോൾ കുട്ടികൾ വേറെ ഇടം നോക്കി പോവും. നമ്മൾ കേട്ടോടത്തോളം അനുഭവിച്ചിടത്തോളം അങ്ങനെയുള്ളത്. ബാപ്പി ഇമ്മിയും കച്ചറയാണോ, കുട്ടികൾ വേറെ ചേക്കേറി പോയിട്ടുണ്ടെന്ന് മാത്രമല്ല അവർ കയ്യാളുള്ളതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതും ചെറുപ്രായത്തിൽ 9ലും 10ലൊക്കെ പഠിക്കണ പ്രായത്തിൽ തന്നെ ഓലെ ബോയ് ഫ്രണ്ട് ഓലെല്ലാം ചെയ്തു തീർത്തിട്ടുണ്ട്. കാരണം ഇവർക്ക് ഇത് നോക്കാൻ നേരമല്ല, ഒരു തമ്മിൽ തല്ലാണ്. അതുകൊണ്ട് വളരെ ഇണക്കത്തോടെ സ്നേഹത്തോടു കൂടെയും ആയിരിക്കണം ഭാര്യയും ഭർത്താവും. കുറച്ച് കാലം നമ്മൾ ഒരുമിച്ച് ജീവിക്കുള്ളൂ. ആ ഒരുമിച്ച് ജീവിക്കണത് കലഹിക്കാതെ കടിച്ചു കീറാതെ പരമാവധി സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും സന്തോഷത്തോടെയും കഴിച്ചു കൂട്ടാൻ പറ്റണം. മനസ്സിലായില്ലേ? അവനാൻ്റെ ആവശ്യം തീർത്ത് നീച്ചു പോവുക എന്നുള്ളതല്ല, പരസ്പരമുള്ള ഇണക്കവും സ്നേഹവും മനസ്സറിഞ്ഞ് പ്രകടിപ്പിക്കുന്നതിൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ ആൺ പെൺ ബന്ധമെന്ന് പറയുന്നത്. അല്ലാതെ എവിടെയെങ്കിലും കണ്ടത് അതുപോലെ കാണിച്ചു കൂട്ടല്ല, അവനാണ് ചെയ്യാനുള്ള ചെയ്ത് നീച്ചു പോകുക എന്നുള്ളതല്ല. സൂചന മനസ്സിലാണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഇണക്കത്തിലും സന്തോഷത്തിലും നമ്മൾ മുന്നോട്ട് പോകണം. ഏറ്റവും നല്ല ദീനീ ചിഹ്നങ്ങളും ചിട്ടകളും നമ്മുടെ ജീവിതത്തിലുണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ടായിരിക്കണം. നമ്മൾ അവർക്ക് എല്ലാറ്റിനും നല്ല മാതൃകയായിരിക്കണം. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം, എടുത്തെടുത്ത് പ്രാർത്ഥിക്കണം. എന്താണോ വേണ്ടത് അത് സ്പെസിഫിക്കായിട്ട് പറയണം. കോമൺ ആയിട്ട് പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂടെ തന്നെ സ്പെസിഫിക്കായിട്ട് പ്രാർത്ഥിക്കണം. അള്ളാഹുവെ എൻ്റെ മകനെ ഹറമിലെ ഇമാമാക്കേണമേൻ. ഒരു ഉമ്മാൻ്റെ പ്രാർത്ഥനയാണ് സുദൈസി ഇമാമായത്. സ്പെസിഫിക് ദുആയാണ്. എൻ്റെ മകനെ ഇന്നത് ആക്കേണമേൻ, ഹാഫിളാക്കേണമേൻ, പണ്ഡിതനാക്കേണമേൻ, പ്രഭാഷകനാക്കേണമേ, കാരി ആക്കേണമേ. എന്തൊക്കെയാണോ നമുക്കുള്ളത് അത് സ്പെസിഫിക്കായിട്ട് എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റണം. പിന്നെ മക്കൾ മദ്രസയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള മക്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെയധികം ജാഗ്രത കാണിക്കേണ്ട കാര്യം, അവർക്ക് പഠിക്കാനുള്ള സിസ്റ്റം നമ്മൾ ഉണ്ടാക്കി വെക്കൽ നിർബന്ധം. 1. 2, അവരെ ദഅ്വാ രംഗത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അതിനേക്കാൾ നിർബന്ധം. മനസ്സിലായില്ലേ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം പാരൻസ് ചോദിക്കും മക്കൾ കേടുവരാക്കാൻ എന്താ മാർഗം ചോദിച്ചാൽ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം എനിക്ക് എൻ്റെ ഈ ഒരു ഇതിൽ ഞാൻ കണ്ട ഏക മാർഗം കുട്ടികളെ ദഅ്വാ രംഗത്ത് സജീവമാക്കലാണ്. കാരണം നന്നായി കണ്ട കുട്ടികളൊക്കെ ഫീൽഡിലുണ്ട്. ഓരോ സ്കൂളിൽ പോയി പഠിച്ചും ചെയ്യും. പിന്നെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ദഅവത്തും പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചെയ്യും. നാടിനെ മൊത്തം നന്നാക്കുന്ന ഒരു ഡ്യൂട്ടി അവർ ഏറ്റെടുക്കുന്നതോടുകൂടെ അവർ സ്വയം നന്നാവും. ഒരു അലക്കുകാരനെ പോലെയാണ് മറ്റുള്ളവരെ നന്നാക്കുന്നവൻ. അയാളെ കൈ നന്നാവും, ഡ്രസ്സ് നന്നാവും, അടിക്കുന്ന കല്ല് നന്നാവും. ഇതുപോലെയാണ് ദഅവത്ത് എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മുടെ മദ്രസ കഴിഞ്ഞ മക്കളെയൊക്കെ നമ്മൾ ദഅ്വാ രംഗത്തേക്ക് സജീവമാക്കി കൊണ്ടുവരികയും നമ്മുടെ സ്റ്റുഡൻസ്, വിസ്ഡം സ്റ്റുഡൻസ് ഉണ്ട്, വിസ്ഡം ഗേൾസ് ഉണ്ട്. പെൺകുട്ടികളെ ഗേൾസിലും സ്റ്റുഡൻസിലും ചേർത്ത് സജീവമാക്കി അവരുടെ നേതൃത്വത്തിൽ തന്നെ അവർക്ക് വേണ്ട പരിപാടികളും ക്ലാസ്സുകളും സംശയ നിവാരണങ്ങളും ചർച്ചകളും ലേറ്റസ്റ്റ് വിഷയങ്ങളെക്കുറിച്ചുള്ള വിവിധങ്ങളായിട്ടുള്ള സെഷനുകളുമൊക്കെ അവർക്ക് കൊടുക്കണം. ഗേൾസ് സെപ്പറേറ്റ് ക്ലാസ്സുകൾ. ഡോക്ടർ റസീല മാമിനെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് മുതിർന്ന പെൺകുട്ടികൾക്ക് മാത്രമായിട്ടൊരു ക്ലാസ് കൊടുക്കണം. അവരുടെ ശരീരം, അവരുടെ വികാരങ്ങൾ, ഓപ്പോസിറ്റ് സെക്സുമായി ബന്ധപ്പെട്ട് അവർക്കുള്ള ട്രാപ്പുകൾ, പലവിധ സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ, അതിലൊക്കെ പെട്ടുപോയ ഉണ്ടാവാനുള്ള ഭവിഷ്യത്തുകൾ, ഇതൊക്കെ അവർക്ക് കൃത്യമായിട്ട് നമ്മൾ ബോധ്യപ്പെടും. നമ്മൾ 5ാം ക്ലാസ്സിൽ നിന്നാണ് വുളൂ മുറിയുന്ന കാര്യങ്ങൾ, ഹൈല്, നിഫാസ്, ഇതൊക്കെ പഠിക്കണേ. പക്ഷെ ആ സമയത്തൊന്നും തിരിയുണ്ടാവില്ല. മദ്രസയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടേക്ക് കാരണം ഈ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടാവുക. ആ പ്രായത്തിൽ ഒന്നുകൂടെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തവർക്ക് ബോധങ്ങൾ പകർന്നു കൊടുക്കൽ വളരെ അത്യാവശ്യമാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു എഴുത്തുകോലും എഴുത്തു പലകയും ഉണ്ടാകും. അദ്ദേഹത്തോട് ചോദിച്ചു എത്ര കാലങ്ങൾ പഠിക്കണമെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കബറിടം വരെ എന്നാണ്. കബറിടം വരെ. അപ്പോൾ ഒരു മനുഷ്യനെ മോൾഡ് ചെയ്യുന്നത് ഇൽമാണ്. ആ ഇൽമ് നിരന്തരമായി നമ്മൾ അവർക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കണം. മദ്രസയിൽ വരുന്ന കുട്ടികൾക്ക് ആ ഇൽമ് കിട്ടുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പിക്കണം. കുട്ടികളുടെ ആ ഒരു ചുമതല
നമ്മൾ തന്നെ ഏറ്റെടുക്കണം. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അവരുടെ മുന്നിൽ നമ്മൾ മാതൃകയായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളായിട്ട് മാറാൻ പരിശ്രമിക്കണം. അവരെ ദീനിൻ്റെ മുന്നിൽ നടക്കുന്ന നേതാക്കന്മാരാക്കി മാറ്റാൻ നമ്മൾ ബോധപൂർവമായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തണം. അവർക്ക് പ്രായത്തിനനുസരിച്ചുള്ള ചെറിയ ചെറിയ റോളുകളും ഡ്യൂട്ടീസും ചുമതലകളും കാര്യങ്ങളുമൊക്കെ കൊടുക്കുകയും അവർക്ക് വേണ്ട അപ്രീഷിയേഷനും അംഗീകാരവും പ്രോത്സാഹനവും വേണ്ടതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുകയും ചെയ്ത് വളരെ ഇണക്കത്തോടെ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ദീനീബോധത്തോടു കൂടെ കുടുംബസമേതം സ്വർഗത്തിൽ പോകണം എന്ന ഉദ്ദേശത്തോടു കൂടെ മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ ഖൈറും ബർക്കത്തും അള്ളാഹു നമ്മിൽ വർഷിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു കൂടുതൽ പഠിക്കാനും പഠിച്ചതനുസരിച്ച് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹു നമുക്ക് നൽകിയ എല്ലാറ്റിലും ഖൈറും ബർക്കത്തും അള്ളാഹു ഏറ്റി നൽകുമാറാവട്ടെ. നാം ഭയക്കുന്ന എല്ലാ മുസീബത്തുകളും നമ്മെയും നമ്മുടെ കുടുംബത്തെയും തൊട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അകറ്റുമാറാവട്ടെ. ഈ രാജ്യം നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യം അത് ഇതിനേക്കാൾ മനോഹരമായിട്ട് ആസ്വദിക്കാൻ അനുഭവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഈ രാജ്യത്തിനെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമത്തെ അള്ളാഹു ചെറുത്തു തോൽപ്പിക്കുമാറാവട്ടെ. രാജ്യസ്നേഹികൾക്ക് രാജ്യത്തിൻ്റെ അധികാരം അള്ളാഹു തിരിച്ചു നൽകുമാറാവട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين والسلام عليكم ورحمة الله وبركاته. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം. പാരൻറ്റുമായി ബന്ധപ്പെട്ട് അത്യാവശ്യമുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. കുറഞ്ഞ സമയം. അവിടുന്ന് ലേഡീസിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടോ? എല്ലാവരും ഓക്കെയാണ് അല്ലേ? കുട്ടികളെ വളർത്താൻ പൂർണ്ണ സജ്ജരാണെന്നാണ് മനസ്സിലാവുന്നത്. അതായത് ഉദ്ദേശിച്ച ചോദ്യം എന്നുള്ളത് ഒരു മുഖാമുഖ രൂപത്തിലല്ല. അത് നമ്മുടെ മക്കളെക്കുറിച്ച്, മക്കളുടെ വളർച്ചയെക്കുറിച്ച്, അല്ലെങ്കിൽ സ്വഭാവം, അവരെ പ്രകൃതം, സംസ്കാരം, അങ്ങനെ എന്തെങ്കിലും വിഷയത്തിൽ അറിയാനുള്ള കാര്യം ഉണ്ടെങ്കിൽ, കുട്ടികളുടെ സൈക്കോളജി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാന്നുള്ളതാണ്. മറുപടി ചുരുങ്ങിയ വാക്കുകളിലായിരിക്കും. നീ ചോദിച്ചിട്ട് ഉത്തരം നേരം വൈകിയിട്ട് പോകാൻ വൈകി ചോദിക്കാക്കണ്ട. സ്ഥലം നേരത്തെ പോകാണ്ട്. ഏതൊരു കാര്യത്തിലും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഏറ്റവും താഴേക്കടിയിലുള്ള ആളുകളെയാണ്. ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിലും നമ്മൾ താഴേക്കടിയിലുള്ള ആളുകളെ കണ്ടിട്ടാണ് ക്ലാസ് എടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഖുർആൻ പഠനത്തിന് സൗകര്യങ്ങൾ ഒരുക്കുമ്പോൾ ഏറ്റവും താഴേക്കിടയിലുള്ള കുട്ടിക്ക് വരെ ടേക്ക് ചെയ്യാൻ പറ്റിയ കോലത്തിലുള്ള സിസ്റ്റം അത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഖുർആൻ പഠനത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കുട്ടിയുടെ സ്കില്ലും നോളജും അതിലപ്പുറത്ത് ഖുർആനോടുള്ളൊരു ഹുബ്ബാണ്. ഖുബാ മസ്ജിദിലെ ഇമാം സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ല അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഖുർആൻ പഠന സദസ്സിലൊരു വയസ്സായ ആൾ പങ്കെടുക്കുന്നുണ്ട്. അയാൾക്ക് അറബി കിതാബുകളും പത്രങ്ങളും കൊടുത്താൽ വായിക്കാൻ കഴിയില്ലത്രേ. പക്ഷെ ഖുർആൻ തുറന്നു കൊടുത്താൽ എവിടെയും ഓതുന്ന പറയുന്നത്. അതായത് അറബി ഖുർആനല്ലാത്ത ഏത് പുസ്തകം കൊടുത്താലും മുമ്പ് തപ്പിത്തടഞ്ഞ് ഒപ്പിച്ചിട്ടേ ചെയ്യുള്ളൂ. പക്ഷെ ഖുർആൻ മനോഹരമായിട്ട് ഓതും. ഖുർആനിനോടുള്ളൊരു ഹുബ്ബ്. ഇപ്പം നമ്മൾ സ്കൂളിൽ നമ്മൾ നോക്കുമ്പോൾ കുട്ടികൾക്ക് മറ്റ് സബ്ജക്റ്റുകളൊക്കെ വളരെ വീക്കായ കുട്ടികൾ ഖുർആനിൽ നല്ല ബ്രൈറ്റായിരിക്കും. മറ്റ് വിഷയത്തിൽ നല്ല ബ്രൈറ്റായ കുട്ടി ഖുർആനിൽ വീക്കാണെങ്കിലും അവൻ ഖുർആനിന് വേണ്ട
പരിഗണനയും താല്പര്യവും ഇൻട്രസ്റ്റും ഇതൊന്നും കൊടുക്കണില്ല. അതാണ്, വല്ലതോനും കഴിവില്ലാത്തതുകൊണ്ടല്ല. എന്നാൽ മറ്റു വിഷയങ്ങൾ വീക്കായ കുട്ടി ഓൻ ഖുർആനിൽ ഉഷാറായി കാരണം മനസ്സിലേ. നമ്മളെ ജാസിം അതിന് എക്സാമ്പിളാണ് അല്ലേ. ബാങ്ക് കൊടുക്കാനും ഇമാമുക്കാനും ഖുർആൻ പഠിക്കാനും ഉഷാറാണ്. ബാക്കി പേപ്പറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കട്ട സീനേക്കാരം. അപ്പം അതിൽ നമ്മൾ ഈ കഴിവ് കുറഞ്ഞ കുട്ടികളാണെങ്കിലും അവർക്കും കൂടെ താല്പര്യവും ഇൻട്രസ്റ്റൊക്കെ ജനിപ്പിക്കാൻ പറ്റിയ കോലത്തിൽ അപ്പം നല്ല ട്യൂണുള്ള ഖിറാഅത്തുകൾ, കുട്ടികൾ ഓതുന്ന ഖിറാഅത്തുകൾ കേൾപ്പിക്കാം. അതുപോലെ തന്നെ ചെറിയ ഭാഗം പഠിച്ചാൽ തന്നെ നല്ല അപ്രീഷിയേഷൻ കൊടുക്കുക. നീ ഒന്ന് ഓതിക്കൊണ്ട, എൻ്റെ ഓത്ത് എനിക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ഓത്ത് നല്ല ഭംഗിയാണ്. ഇത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല, എന്നാലും നമ്മൾ കുട്ടീനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒന്ന് ഉമ്മാക്ക് ഉപ്പാക്കൊന്ന് ഓതിക്കൊണ്ട, എൻ്റെ ഓത്ത് കേൾക്കാനുള്ള പൂതി കൊണ്ടാണ്. അങ്ങനെ നമ്മൾ കുട്ടികളെ ആ ഒരു വിഷയത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നാൽ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഖുർആൻ പെട്ടെന്ന് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കാരണം അള്ളാഹ് ഖുർആനിൽ പറഞ്ഞതാണത്, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഈ ഖുർആൻ അള്ളാഹു എളുപ്പമാക്കിയിട്ടുണ്ട്. ലോകത്തിനെല്ലാവർക്കും ഡിഫറെൻ്റ് ലാംഗ്വേജ് സംസാരിക്കുന്ന, ഡിഫറെൻ്റ് മെൻ്റൽ കപ്പാസിറ്റിയുള്ള എല്ലാവർക്കും കൂടെ അള്ളാഹ് ഇറക്കിയത് ഖുർആനാണല്ലോ. എല്ലാവരോടും ഇത് പഠിക്കാനും പറയണേ, ഹിഫ്ലാക്കാനും പറയണേ. അപ്പം അത് എല്ലാവർക്കും എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും ലോ ലെവലിലുള്ള കുട്ടികളെ കണ്ടിട്ടാണ് അറേഞ്ച്മെൻറ്റ്സ് ഒരുക്കേണ്ടത്. പിന്നെ മദ്രസ എന്നുള്ള നിലയ്ക്ക് ഇവിടെ ഒരു TV ഒക്കെ സെറ്റ് ചെയ്താൽ വളരെ നന്നാവും. മനസ്സിലായില്ലേ? TV ഒക്കെ സെറ്റ് ചെയ്തിട്ട് അതിലിങ്ങനെ കുട്ടികൾക്ക് നല്ല ഖിറാഅത്തുകളൊക്കെ കേൾപ്പിച്ച് ഒരു സ്മാർട്ട് റൂമെങ്കിലും നമ്മൾ ഒന്നെങ്കിലും നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ്സിന് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുവരാൻ പറ്റും. നമ്മൾ ഖുർആനിൽ നമ്മുടെ സ്കൂളിൽ, നമ്മൾ ഗ്രീൻ വാലി സ്കൂളിൽ ഖുർആനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഖുർആനായിട്ട് റൂമുണ്ടാക്കി, കാർപ്പറ്റൊക്കെ വിരിച്ച് കുട്ടികൾക്ക് ഖുർആൻ വെച്ച് ഇരുന്ന് പഠിക്കാൻ പറ്റിയ മരത്തിൻ്റെ റൈഹാൽ ഒരു ടേബിൾ മരത്തുണ്ടാക്കി, ഫുള്ള് AC ആക്കി, മൈക്ക്, സൗണ്ട്, TV, വലിയ വൈറ്റ് ബോർഡ് എല്ലാം കൂടെ സെറ്റാക്കിയിരുന്നു. എന്നിട്ട് കുട്ടികൾ ഖുർആൻ പീരീഡ് അറിയുമ്പോഴത്തേന് ഓടി വരും. മനസ്സിലായില്ലേ? അപ്പം അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. കുട്ടികളിങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യും. കുട്ടികൾ ഈ ഷോർട്സിലും റീൽസിലൊക്കെ ഉള്ള പാട്ടുകൾ കുട്ടികൾ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പം നമ്മളിങ്ങനെ നിരന്തരം കേൾപ്പിച്ച് കഴിഞ്ഞാൽ ഇമിറ്റേറ്റ് ചെയ്യും. അപ്പം അങ്ങനത്തെ സംഗതിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ്. പിന്നെ ഒരു കുട്ടി ജനിക്കുന്നത് 3000 സ്കില്ലുമായിട്ടാണെന്നാണ് പറയുന്നത്. കുട്ടികൾക്ക് എല്ലാവർക്കും സ്കില്ലുണ്ട്, പക്ഷേ അതിൽ കിട്ടേണ്ട ഒരു ഇതിങ്ങനെ കിട്ടിപ്പോന്നാലാണ് എന്ത് ചെയ്യുക, റെഡിയാവുക. എന്നിപ്പം ഞാനൊരു ഓഡിയോ കേട്ടു, നിങ്ങൾ വേണ്ടെന്ന് വെച്ച് പുറന്തള്ളിയത് മറ്റാരൊക്കെയോ എടുത്ത് ക്ലീൻ ചെയ്ത് ശുദ്ധമായി ഉപയോഗിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്കെന്തോ അബദ്ധം സംഭവിച്ചിരുന്നു എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നു. അതായത് നമ്മൾ പൊട്ടൻ എന്ന് പറഞ്ഞ് ബേസ് തള്ളിയോന് പിന്നെ ഇങ്ങനെ വളർന്നു വരുമ്പോൾ ആരോ ഒരാൾ അയാളുടെ പിന്നിലിങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ടാവും. മറ്റേ ബൾബ് ഉണ്ടെത്തിയ ആളെ കുറിച്ച് കഥ കേട്ടല്ലേ. നിങ്ങളെ കുട്ടീനെ പഠിപ്പിക്കുക എന്നുള്ളത് സോ ഡിഫിക്കൽട്ടാണ്, അതുകൊണ്ട് നാളെ മുതൽ സ്കൂളിലേക്ക് പറഞ്ഞേക്കണ്ട എന്നുള്ള ലെറ്റർ അമ്മക്ക് എഴുതിയെന്നാണ് ടീച്ചർ, എഡിസൻ്റെ അമ്മക്ക്. അമ്മ അത് വായിച്ചിട്ട് എടുത്തുവെച്ച്. മനസ്സിലായില്ലേ? പിന്നെ ടീച്ചർ അമ്മക്ക് കൊടുത്തു ചോദിച്ചപ്പോൾ കുട്ടി പിറ്റേന്ന് വന്നിട്ട് ചോദിച്ചു, അല്ല അന്ന് തന്നെ ചോദിച്ചുകൊണ്ട് ടീച്ചറെ കത്ത് അമ്മ വായിച്ചില്ലേ? അപ്പം അമ്മ പറഞ്ഞു വായിച്ചു. കുട്ടി ക്ലാസ്സിലെ മറ്റു കുട്ടികളെക്കാൾ നീ ബ്രില്യൻ്റാണ്, അതുകൊണ്ട് നാളെ മുതൽ നിന്നെ സ്കൂളിലേക്ക് പറഞ്ഞേക്കണ്ട, വീട്ടിൽ നിന്ന് തന്നെ പഠിപ്പിച്ചാൽ മതി എന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇഞ്ഞി വീട്ടിൽ നിന്ന് പഠിച്ചാൽ മതി എന്ന് ഉമ്മ നേരെ തിരിച്ചു പറഞ്ഞു. അതുകൊണ്ടൊരു സയൻറ്റിസ്റ്റ് ഉണ്ടായി. പിന്നെ സ്കൂൾ കിട്ടണേ ആ ടീച്ചർ തന്നെ കുട്ടീനെ അരപ്പാക്കിനി. മനസ്സിലായി? അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, കഴിവില്ലാന്ന് തോന്നുന്ന കുട്ടികൾക്കൊക്കെ നല്ല കഴിവുണ്ട്, അതിനെ പൊടി തട്ടിയെടുക്കാൻ അവർക്ക് മോട്ടിവേഷൻ, അവർക്ക് കൂടുതൽ എളുപ്പമാകാനുള്ള സിസ്റ്റം സെറ്റപ്പിലേക്കും നമ്മൾ കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് എസ്പെഷ്യലി ഖുർആൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സംശയം, ഇതെപ്പോഴാണ് തീരാന്ന് നിൽക്കാറ്, തീർന്ന് അവസാനിപ്പിക്കല്ലേ?
നിർത്താനുള്ള സൂചന വേക്കം തന്നിക്കണ്. ഒരു 3 ആൾക്കാർ പോയിട്ടുണ്ട് സ്ത്രീകളെ ഭാഗത്തുനിന്ന്. അതിൻ്റെ അർത്ഥം നിർത്തണം എന്നുള്ളതാണ്. എന്തായാലും നമ്മൾ പതിവിൽ ഉണ്ടാകുന്നൊരു പാർട്ടിസിപ്പേഷനിൽ കുറവുണ്ട്. വളരെ സാധാരണ നമ്മുടെ പ്രോഗ്രാമിൽ വരുന്ന കുറച്ച് ആൾ കുറവുണ്ട്. എനിക്ക് തോന്നുന്നത് നാളെയും ഇവിടെ സ്കൂളില്ല, ശനി ഞായറും ലീവാണ്. അതുകൊണ്ട് കുറേ വിരുന്നുകൾ ഇതിനെ ബാധിച്ചിട്ടുണ്ടാവും. ഇൻഷാ അല്ലാ നമുക്ക് മറ്റു ദിവസങ്ങളിലൊക്കെ ഒന്നുകൂടെ ഈ രൂപത്തിൽ ഇൻട്രാക്ഷൻ രൂപത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ ചോദിച്ച് പഠിക്കാനുള്ള അവസരങ്ങൾ നമുക്ക് ഒരുക്കാം. ഇപ്പോൾ അവസാനം പറഞ്ഞ കാര്യങ്ങൾ കുട്ടികളുടെ കഴിവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നമ്മളൊരിക്കലും തീരുമാനിക്കരുത് എൻ്റെ കുട്ടിക്ക് കഴിവില്ല എന്നുള്ളത്. പഠിക്കുന്ന വിഷയത്തിൽ അല്ലെങ്കിൽ വായിക്കാരെന്നില്ല, മലയാളം അറബി വായിക്കാൻ നമ്മളൊരിക്കലും തീരുമാനിക്കരുത് എൻ്റെ കുട്ടിക്ക് കഴിവില്ല, ഓന് പഠനത്തിൽ പൂർണ്ണമായും പ്രശ്നമാണ് എന്ന് നമ്മൾ തീരുമാനിക്കരുത്. ഞാനൊരു കുട്ടീനോട് ഇതേപോലെ സ്കൂളിൽ 8 9 ഓന് പറഞ്ഞ പോലെ എഴുതാനറിയില്ല, വായിക്കാനറിയില്ല, പിന്നെ ഇഫുദൊന്നും വണ്ടിയിൽ നിൽക്കണില്ല, ഇറങ്ങാൻ ഭയങ്കര പ്രശ്നം. ഞാൻ മോനെ വിളിച്ചിട്ട് ചോദിച്ചു, പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുട്ബോൾ ടീം അതാണെന്ന് ചോദിച്ചു. അപ്പോൾ പോർച്ചുഗലാന്ന് പറഞ്ഞു. പോർച്ചുഗൽ ആദ്യത്തെ കളിക്കാരൻ ഒരാളെ പേര് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരുത്തൻ്റെ പേര് പറഞ്ഞ് ഇനി എത്ര പേര് അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു 6 7 ആൾക്കാരുടെ പേര് പറഞ്ഞു. പോർച്ചുഗൽ ടീമത്തെ എനിക്കൂടി അറിയില്ല, നമുക്കൊന്നും പറയാനേ കഴിയില്ല, അത് പല തെറിച്ച് പോകും ചിലപ്പോൾ. അപ്പോൾ എന്തല്ല, കഴിവില്ലേറ്റല്ല, മെമ്മറിലേറ്റല്ല, പക്ഷേ ആ ഉദ്ദേശിക്കുന്ന റൂട്ടിലേക്ക് നിന്നിട്ടില്ല, അവനെ കൊണ്ടുപോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയണില്ല, ഓന് പഠന വൈകല്യം എന്നാൽ നമ്മളൊരിക്കലും തീരുമാനിക്കരുത്. അവർക്ക് എന്തായാലും കഴിവുണ്ട്. അപ്പോൾ അത് നമ്മൾ കണ്ടെത്തി അത് നൽകേണ്ട രൂപത്തിൽ നൽകുക എന്നുള്ളതാണ് അതിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. ഇൻഷാ അല്ലാ എന്തായാലും ഇനി സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലേ? ഇൻഷാ അല്ലാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി ഇല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. വൈബിക്കുന്നില്ല, നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ചും ഇടവണ്ണയിൽ നിന്ന് ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട മുനവർ സുലാഹി അവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇവിടെയുള്ള രക്ഷിതാക്കൾ, പ്രത്യേകിച്ച് മദ്രസയിലെ പാരൻസ് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമുക്കുള്ള മക്കൾക്ക് വേണ്ടിയുള്ള CRI എല്ലാ വെള്ളിയാഴ്ചയും സ്ഥിരമായി നടക്കാറുണ്ട്. ഇന്ന് ഈ പ്രോഗ്രാം ഉള്ളതുകൊണ്ടാണ് നാളത്തേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അതിൽ നമ്മളെ മദ്രസ പറയാൻ കഴിഞ്ഞ മക്കൾ പങ്കെടുക്കുന്നു എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ബാറക്കല്ലാഹു ഫീക്കും. സുബ്ഹാനക്കല്ലാഹു ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മിക്കവാറും പിരിവിൻ്റെ മെസ്സേജ് ഗ്രൂപ്പിൽ വരും, TV അങ്ങാളോ കേട്ടോ, ഇവിടെ ഉസ്താദ് പറഞ്ഞു വെച്ചിരിക്കണേ.